தேவி நீ துணை, தேவி நீ துணை, தென் மதுரை வாய் மீனலோச்சனி, தேவி நீ துணை, துணை அம்பதேவி நீ துணை, தென் மதுரை வாய் மீனலோச்சனி, தேவி நீ துணை, தென் மதுரை வாய் மீனலோச்சனி, மதுரை வாய் மீனலோச்சனி, ഞങ്ങൾ ഗുരുവായൂരിലോട്ട് കുട്ടികളുടെ അരങ്ങേറ്റത്തിന് ബുക്ക് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ആദ്യം ഞങ്ങളുടെ ഇവിടെ എൻ്റെ വീടിൻ്റെ തൊട്ടടുത്തുള്ള വിഷ്ണു ഭഗവാനെ ഒന്ന് തൊഴുതിട്ടാണ് നമ്മൾ ഗുരുവായൂരപ്പനെ തൊഴാൻ പോകുന്നത്. അപ്പോൾ ഞാനൊന്ന് വിഷ്ണു ഭഗവാനെ തൊഴുതിട്ട് വരാം. അങ്ങനെ ഞാൻ വിഷ്ണു ഭഗവാന്റെ അടുത്ത് പ്രാർത്ഥിച്ചു. ഇനി ഞങ്ങൾ ഗുരുവായൂരിലോട്ട് പോവുകയാണ്. നമ്മുടെ എല്ലാ കാര്യങ്ങളും ഭഗവാനോട് പറഞ്ഞ് സ്റ്റേജ് ഒക്കെ ബുക്ക് ചെയ്യാനൊക്കെ നല്ലതിൽ നടത്തി തരണേ എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം ബുക്കിങ്ങിൻ്റെ ഒരു കാര്യത്തിൽ വെക്കേഷൻ സമയം ആയതുകൊണ്ട് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയമുണ്ട്. അപ്പോൾ കിട്ടുന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങൾ പോകുന്നത്. ഇത് നമ്മുടെ ഡാൻസ് ക്ലാസ്സിലോട്ട് പോകുന്ന വഴിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഹൈലൈറ്റ് മാൾ അറിയുണ്ടാവുമല്ലോ. ഹൈലൈറ്റ് മാളിലോട്ട് പോകുന്ന വഴിയും കൂടിയാണ്. ഈ സ്ഥലത്തിന് പറയുന്നത് അത്താണി പാലാഴി എന്നാണ്. എൻ്റെ ക്ലാസ് ഇവിടെ നിന്ന് കാണുമോയെന്ന് എനിക്കറിയില്ല. എന്നാലും ഇവിടെയാണ് എൻ്റെ ക്ലാസ് വരുന്നത്. ഇവിടെ ഒരു പെട്രോൾ പമ്പ് വരുന്നുണ്ട്. ഇതിൻ്റെ തൊട്ടായിട്ടാണ് ക്ലാസ് വരുന്നത്. എന്തായാലും വിഷ്ണു ഭഗവാനെ തൊഴുതിറങ്ങിയതുകൊണ്ട് മനസ്സിനൊരു നല്ലൊരു സന്തോഷമുള്ളൊരു ദിവസം കൂടിയാണ്. നമ്മുടെ വീട്ടിൽ നിന്നും ഗുരുവായൂരിലോട്ട് ഏകദേശം 112 കിലോമീറ്ററോളം വരുന്നുണ്ട്. ഞങ്ങളിന്നിപ്പോൾ ഏകദേശം 6 മണിയോട് കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയിരിക്കുന്നത്. തൊഴുതിറങ്ങിയപ്പോൾ തന്നെ ഏകദേശം ഞങ്ങളിപ്പോൾ ഏകദേശം കുറച്ച് ദൂരം ഇങ്ങോട്ട് വന്നു. അപ്പോൾ തന്നെ 6:30 ആയിട്ടുണ്ട് സമയം.
ഒരു 8:30-9 മണിയൊക്കെ ആകുമ്പോൾ ഗുരുവായൂർ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പല സ്ഥലങ്ങളിലും ഇപ്പോൾ റോഡ് പണികളൊക്കെ നടന്നുകൊണ്ടിരിക്കണോണ്ട് നമുക്ക് എങ്ങനെ നമ്മൾ പറഞ്ഞ സമയത്തൊന്നും എത്തിക്കോളണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ 8:30 ചിലപ്പോൾ 9-9:30 ആവാൻ വഴിയുണ്ട്. അപ്പോൾ എങ്ങനെ റോട്ടിലത്തെ തിരക്കും കാര്യങ്ങളും വെച്ചാൽ അതുപോലെ ആയിരിക്കും നമ്മളവിടെ എത്തുന്നുണ്ടാവുക. ഇപ്പം നമ്മുടെ ഇവിടെ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും റോഡ് പണി നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. അപ്പോൾ പല സ്ഥലങ്ങളിലും നല്ല രീതിയിൽ സ്പീഡിൽ തന്നെ റോഡ് പണികൾ നടക്കുന്നുണ്ട് തോന്നുന്നു. കാരണം ഞങ്ങൾ എല്ലാ ആഴ്ചയിലും ഈ വഴിയിലൂടെ പോകുമ്പോൾ നമുക്ക് പല മാറ്റങ്ങളും ഇങ്ങനെ കാണാൻ കഴിയുന്നുണ്ട്. നമ്മുടെ ഡാൻസ് സ്റ്റുഡിയോൻ്റെ അടുത്തായിട്ട് തന്നെയാണ് ലാൻഡ്മാർക്ക് ഫ്ലാറ്റും അതേപോലെ മെട്രോ ഹോസ്പിറ്റലൊക്കെ വരുന്നത്. ഒത്തിരി പേര് ഓഫ്ലൈൻ ക്ലാസ്സിനായിട്ട് എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ പലർക്കും നമുക്ക് പറഞ്ഞു കൊടുക്കാൻ, നമ്മുടെ സ്റ്റുഡിയോ എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന 2 സ്ഥലങ്ങളാണ് ഈ ലാൻഡ്മാർക്ക് ഫ്ലാറ്റും അതേപോലെ നമ്മുടെ ഹൈലൈറ്റ് മാളും. ഇതിൻ്റെ രണ്ടിൻ്റെയും അടുത്തായിട്ട് തന്നെയാണ് നമ്മുടെ ക്ലാസ് ഉള്ളത്. ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ നമ്മുടെ ഈ റോഡ് പണിയെല്ലാം കഴിയുമ്പോൾ നമ്മുടെ നാട് മൊത്തത്തിൽ നല്ലൊരു ഭംഗിയായിരിക്കും കാണാൻ. അതേപോലെ നമുക്ക് ദൂരയാത്രകൾ പോവാനും എല്ലാം നല്ലതായിരിക്കും. ഇപ്പോൾ ഞങ്ങൾ തന്നെ എല്ലാ ഞായറാഴ്ചകളിലും ഇവിടുന്ന് കോഴിക്കോട് നിന്ന് പാലക്കാട്ടേക്ക് ക്ലാസ് എടുക്കാനായിട്ട് പോകാറുണ്ട്. അപ്പോൾ ഈ റോഡ് പണി കാരണം നമുക്ക് നമ്മൾ പറയുന്ന സമയത്തോ അങ്ങനെയൊക്കെ എത്താൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. 2 മണിക്കൂറോട് എത്തേണ്ടത് നമ്മളൊരു 2.5 മണിക്കൂറൊക്കെ എടുക്കാറുണ്ട്. ഇതിപ്പോൾ ഒരു 2 വർഷമൊക്കെ കഴിയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ പോകാനും വരാനും ഒക്കെ നല്ലതായിരിക്കും റോഡിൻ്റെ ഫുൾ പണി കഴിഞ്ഞാൽ. നമ്മളിപ്പോൾ ഈ കാണുന്ന ഈ റോഡ് തന്നെ ഇതാ പണികളൊക്കെ ഏകദേശം കഴിഞ്ഞതാണ്. അപ്പോൾ നമുക്ക് ഇതിലൂടെയൊക്കെ പോകുമ്പോൾ കുറച്ചും കൂടി സ്പീഡിൽ മുന്നോട്ട് പോകാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ കാണുന്ന റോഡ് നല്ല രീതിയിൽ പണിയും കാര്യങ്ങളൊക്കെ നടന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ കുറച്ചും കൂടി അങ്ങോട്ട് പോകുമ്പോൾ പല റോഡുകളും സർവീസ് റോഡുകളാണ്. അപ്പോൾ അവിടെയൊക്കെ എത്തുമ്പോൾ നമ്മൾ രാവിലെയാണ് നേരത്തെ പോവാറ്. ഒരു 3:30-4 മണിയൊക്കെ ആകുമ്പോഴാണ് പോവാറ്. അപ്പോൾ ആ സമയമൊക്കെ ആകുമ്പോൾ അധികവും ലോറികളും ബസ്സുകളൊക്കെ ആയിരിക്കും കൂടുതലുണ്ടാവുക. അപ്പോൾ ഇങ്ങനെ ചെറിയ ചെറിയ റോഡാകുമ്പോൾ നമ്മൾ ഒരു വണ്ടിയുടെ ബാക്കിലൂടെ മാത്രമാണ് നമുക്ക് പോകാനൊക്കെ പറ്റാറ്. ഇപ്പം നമ്മൾ ഒരു ഏകദേശം ഒരു രാമനാട്ടുകരയൊക്കെ എത്താൻ തുടങ്ങിയിട്ടുണ്ട്. ഈ ഭാഗത്തൊക്കെ ചെറിയ ചെറിയ സർവീസ് റോഡുകളിലൂടെ തന്നെയാണ് നമ്മൾ പോകുന്നത്. സർവീസ് റോഡുകൾ ചിലപ്പോൾ ഇപ്പുറത്തെ സൈഡിലുള്ള പിറ്റത്താഴ്ച പോകുമ്പോൾ അപ്പുറത്തോട്ട് മാറിയിട്ടൊക്കെ കാണാറുണ്ട്. അപ്പോൾ അതൊക്കെ നമുക്ക് ഒരു ആദ്യത്തെ ഒരു അനുഭവം കൂടിയാണ് ഇങ്ങനെ ലോങ് പോകുമ്പോൾ ഇങ്ങനെ പണിയും കാര്യങ്ങളൊക്കെ കാണുന്നത്. നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രാമനാട്ടുകരയിലത്തെ പാലം പണീൻ്റെതാണ്. ഇവിടുത്തെ പണികളൊക്കെ നമുക്ക് പെട്ടെന്ന് തന്നെ ഇങ്ങനെ കഴിയുന്നതായിട്ട് കാണാനുണ്ട്. ഓരോ ആഴ്ചകളിലും പുതിയ പുതിയ ഹമ്പുകളും പുതിയ പുതിയ കുഴികളും വണ്ടിയിൽ പോകുന്ന ആളുകൾക്ക് നമ്മൾ കുറച്ചും കൂടി അതാണല്ലോ ശ്രദ്ധിക്കുക, നല്ല രീതിയിൽ വണ്ടിയിൽ പോവുക എന്നുള്ളതാണല്ലോ. അപ്പോൾ നമുക്ക് ഓരോ ആഴ്ചയിലും പുതിയ പുതിയ അനുഭവങ്ങളാണ് ഈ റോഡ് പണിയിലൂടെ പോകുമ്പോൾ. ഇതാ ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം, നമ്മുടെ മുന്നിൽ വണ്ടികളുണ്ട്. അതിൻ്റെ പിന്നിലൂടെ മാത്രമാണ് നമുക്ക് പോകാൻ പറ്റുള്ളൂ. പിന്നെ ചെറിയ ബൈക്കും സ്കൂട്ടറും അങ്ങനെയുള്ള വണ്ടികളൊക്കെയാണെന്ന് വെച്ചാൽ നമുക്ക് സൈഡിലൂടെ കുറച്ചും കൂടി സ്പീഡിലും അങ്ങനെയൊക്കെ പോകാൻ പറ്റും. ഇതാ ഇപ്പോൾ നമ്മുടെ മുന്നിലൊരു ബസ് പോയിക്കൊണ്ടിരിക്കുകയാണ്. നമുക്കൊരിക്കലും ബസ്സുകാർ നമ്മുടെ ബാക്കിലാണെന്ന് വെച്ചാൽ അവർ ഫുൾ ടൈം ഓൺ അടിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമുക്കൊരിക്കലും ബസ്സുകാർ ഇങ്ങനത്തെ റൂട്ടിലൂടെ പോകുമ്പോൾ ഫ്രണ്ടിലോട്ട് കിടക്കാനോ ഒന്നും പറ്റില്ല. അവരുടെ ബാക്കിലൂടെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. നമ്മൾ പുലർച്ചെ പോകുമ്പോൾ നമ്മൾ പറഞ്ഞില്ല, നമുക്ക് വാഹനങ്ങൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. പിന്നെ റോഡ് പണീൻ്റെത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും കാണാം. ഇപ്പം നമ്മുടെ മുന്നിൽ ഇതേ ഈ വണ്ടിയിൽ കുറച്ച് ആളുകൾ പോകുന്നുണ്ട്. ഇവരൊക്കെ കഷ്ടപ്പെടുന്നതുകൊണ്ടാണ് നമ്മുടെ നാട് ഇത്രയും നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നത്. ഇതിപ്പോൾ നമ്മൾ പകൽ നേരത്ത് പോകണോണ്ട് നമ്മൾ ഇവരൊക്കെ ഒന്ന് കാണുന്നു. നമുക്ക് കോഴിക്കോട് നിന്നിട്ട് ഗുരുവായൂരിലോട്ട് പോകുമ്പോൾ നമുക്ക് തിരൂർ വഴിയും പോവാം. അതുവഴി പോകുമ്പോൾ നമുക്ക് കുറച്ച് കിലോമീറ്ററുകളൊക്കെ കമ്മിയാണ്. ഞങ്ങളെപ്പോഴും പാലക്കാട് പോകുമ്പോൾ വളാഞ്ചേരി വഴി അങ്ങനെയാണല്ലോ പോവാറ്. അപ്പോൾ ഞങ്ങൾ അതുകൊണ്ട് ഗുരുവായൂർ പോകുമ്പോഴും നമ്മൾ ഈ വളാഞ്ചേരി വഴി അങ്ങനെ പോയിട്ടാണ് ഗുരുവായൂരിലോട്ട് പോവാറ്. ഇപ്പം നമ്മൾ വളാഞ്ചേരി ടൗൺ എത്തിയിട്ടുണ്ട്.
ഈ വളാഞ്ചേരിയിൽ നിന്ന് നമുക്ക് അപ്പുറത്തെ സൈഡിലോട്ട് കിടക്കും ഭയങ്കര പേടിയുള്ളൊരു കാര്യമാണ്. കാരണം 4 സൈഡിൽ നിന്നും വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പലപ്പോഴും ഇവിടെ സിഗ്നലൊക്കെ ഉണ്ടെച്ചാലും അതിലൂടെ നല്ല വണ്ടികളൊക്കെ പോണത്. അപ്പോൾ നമ്മൾ അത്രയും ശ്രദ്ധിച്ച് തന്നെ റോഡ് അപ്പുറത്തോട്ട് പോകാൻ എല്ലാവരും ശ്രദ്ധിക്കണം. സിഗ്നലൊന്നും കുറേ വർഷങ്ങളായിട്ടൊന്നും വർക്ക് ചെയ്തിട്ടൊന്നും കാണുന്നൊന്നുമില്ല. നമ്മൾ തന്നെ പരസ്പരം അപ്പുറം അപ്പുറം ഉള്ളവരൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും പോവുക എന്നുള്ളതാണ് അതിൽ നമ്മൾ കാണുന്നത്. നമ്മൾ ഈ കോഴിക്കോട് നിന്ന് വരുമ്പോൾ നമ്മളിതേ റൈറ്റ് സൈഡിലൂടെയാണ് ഗുരുവായൂരിലോട്ടുള്ള വഴിയായിട്ട് വരുന്നത്. അങ്ങനെയാണ് നമ്മൾ തിരിഞ്ഞ് പോകുന്നത്. നമ്മൾ വരുന്നത് വളാഞ്ചേരിയിലോട്ട് വരുമ്പോൾ വട്ടപ്പാറ എന്നുള്ളൊരു സ്ഥലത്തിലൂടെയാണ്. അവിടെ ഒരു നല്ല വളവാണ്, അതിലൂടെ ആയിട്ടാണ് നമ്മളെപ്പോഴും വരാറ്. എപ്പോഴും അവിടെ ആക്സിഡൻറ്റും കാര്യങ്ങളും ലോറി വരെ മറിഞ്ഞ് കിടന്നിട്ട് അങ്ങനെ നമ്മൾ കാണാറുള്ളതാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ റോഡ് പണീൻ്റെ കാര്യങ്ങൾ നടക്കുമ്പോൾ ഈ വളാഞ്ചേരി എന്നുള്ളൊരു ഭാഗം നമുക്ക് ടച്ച് ചെയ്യാതെ വട്ടപ്പാറയിൽ നിന്ന് നേരിട്ട് ഗുരുവായൂരിലോട്ട് പോകുന്നൊരു പാലം പോലെ വലിയൊരു പാലം പണി നമുക്കതിലൂടെ നടക്കുന്നത് കാണാനുണ്ട്. ഇതേ നമ്മൾ ഈ കാണുന്ന ഈ റോഡ് പണീൻ്റെ ഈ ഭാഗമൊക്കെ എന്താ പറയുക, എനിക്ക് തോന്നുന്നത് മല പോലെയുള്ള കുറച്ച് ഉയരം കൂടിയ ഭാഗങ്ങളൊക്കെ അവർ തുറന്ന് അങ്ങനെ എടുത്തിട്ട് പിന്നെ അത് കോൺക്രീറ്റ് അങ്ങനെ ചെയ്തെടുക്കുക തോന്നുന്നു. കാരണം അവിടെ നിന്ന് പിന്നീട് ഇടിഞ്ഞ് വീഴരുത് എന്നുള്ള ആ ഒരു രീതിയിൽ. ഞങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഗുരുവായൂരിലോട്ട് വരുമ്പോൾ ഇപ്പോൾ ഉള്ള റോഡിൻ്റെ പണീൻ്റെ നല്ല മാറ്റം പറയുന്നതൊക്കെ ഈ ഭാഗങ്ങളൊക്കെ എത്തുമ്പോഴാണ്. കാരണം ഇവിടേക്ക് എത്തുമ്പോൾ നല്ല രീതിയിലൂടെ നമുക്ക് പോകാനൊക്കെ പറ്റുന്നുണ്ട്, വണ്ടിയിൽ നല്ല രീതിയിൽ ഇരുന്ന് പോകാൻ പറ്റുന്നുണ്ട്. മറ്റേത് നമ്മൾ റോഡിൻ്റെ ആ ഒരു കുണ്ടും കുഴിയും പല സൈഡിലൂടെ വളഞ്ഞും അങ്ങനെയൊക്കെ പോകുമ്പോഴുള്ള ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു. ഇപ്പോൾ റോഡൊക്കെ നല്ല രീതിയിലായിട്ടുണ്ട്. റോഡ് പണി മുഴുവൻ കഴിയുമ്പോൾ നമുക്കറിയാമല്ലോ പല സ്ഥലങ്ങളിലും ടോൾ ഗേറ്റ് ആയിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇവിടെ എവിടെയെങ്കിലുമൊക്കെ ആയിട്ട് ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങനെ ഞങ്ങൾ ചാവക്കാട് ടൗൺ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ഇതേ റൈറ്റിലോട്ട് അങ്ങനെ തിരിഞ്ഞ് പോകുമ്പോഴാണ് നമ്മൾ ഗുരുവായൂരിലോട്ട് പോവാറ്. അവിടെ നമുക്ക് പലരും ആദ്യമായിട്ട് വരുന്നവരും അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ചും കൂടി എളുപ്പത്തിന് ഇപ്പോൾ എല്ലാവർക്കും മാപ്പും കാര്യങ്ങളും ഒക്കെ നോക്കിയിട്ട് വരാം. അതല്ല വെച്ചാൽ എല്ലാ സ്ഥലങ്ങളിലും ബോർഡും കാര്യങ്ങളും ഉണ്ട്, ഇത്ര കിലോമീറ്റർ എന്നുള്ളതൊക്കെ എഴുതി വെച്ചിട്ട് കാണാം. അങ്ങനെ നമ്മൾ ഇപ്പോൾ ഗുരുവായൂരിൽ എത്തിയിട്ടുണ്ട്. ഇതേ ഇപ്പോൾ ഗരുഡൻ്റെ ആ ഒരു മുന്നിലാണ് നമ്മളുള്ളത്. ഇപ്പം നമ്മളിവിടെ വണ്ടി പാർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പാർക്കിങ്ങിലോട്ട് വന്നതാണ്. ഇനി നമ്മൾ ബുക്കിങ്ങിനായിട്ട് പോകാൻ പോവുകയാണ്. അപ്പോൾ നമുക്കിനി എപ്പോഴാണ് സമയം കിട്ടുക എന്നൊന്നും അറിയില്ല, നമുക്ക് പോയിട്ട് നോക്കാം. അങ്ങനെ ഞങ്ങൾ ഗുരുവായൂരെത്തി. ഞങ്ങളൊരു 9:15 ആയിട്ടുണ്ടാവും. കാരണം വരുന്ന വഴിക്ക് ഭയങ്കര തിരക്കായിരുന്നു റോട്ടിലൊക്കെ. ഒത്തിരി ലോറികളായിരുന്നു അധികം ഉണ്ടായിരുന്നെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ റോഡ് പണീൻ്റെ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ടാണ് 9:15 ആയപ്പോഴാണ് ഞങ്ങളിവിടെ എത്തിയത്. പിന്നെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. 10 മണി തൊട്ടിട്ടാണ് ഇവിടെ ബുക്കിങ്ങിൻ്റെ ഓഫീസ് തുറക്കുന്നത്. അപ്പോൾ ഞാനവിടെ പോയപ്പോൾ ഒരുപാട് പേരുണ്ടായിരുന്നു അന്നത്തെ ആ ദിവസത്തിനായിട്ട്. നമുക്കറിയാമല്ലോ 1.5 മണിക്കൂറിൻ്റെ ഓരോരോ സ്റ്റേജുകളായിട്ടാണ് നമുക്കുള്ളത്. അപ്പോൾ ഒരുപാട് ആളുകൾ വന്നു. അപ്പോൾ അതിൽ കുറച്ച് പേർക്ക് മാത്രമേ ഇത് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർ നറുക്കെടുത്തിട്ടാണ് ചെയ്യാറ്. ഒരു 10-20 പേരോളം ഓരോ സ്ലോട്ടിനായിട്ട് നറുക്കെടുപ്പിലോട്ട് ഉണ്ടായിരുന്നു. അതിന്ന് ഞാൻ വിചാരിച്ചു എനിക്ക് ഒരിക്കലും ഞാനിത് പ്രതീക്ഷിക്കുന്ന ഡേറ്റ് ഡിസംബർ 28 എന്നുള്ള ആ ഒരു ഡേറ്റാണ്. ആ ഒരു ദിവസം എനിക്ക് കിട്ടുമോ ഇല്ലേ എന്നുള്ളൊരു സംശയം ഉണ്ടായിരുന്നു. നറുക്കെടുപ്പിലൊന്നും പൊതുവേ നമുക്കൊന്നും കിട്ടി ശീലമില്ലാത്തതുകൊണ്ട് ഉറപ്പായിരുന്നു അതിലെനിക്ക് കിട്ടില്ല എന്നുള്ളൊരു കാര്യം. കാരണം ഞാനൊരു 3-4 എടുത്തു തോന്നുന്നു. അതിൽ ഒരെണ്ണത്തിൽ 20ാമത്തെ കിട്ടി, പിന്നെ 6ാമത്തെ കിട്ടി, 4ാമത്തെ കിട്ടി. അപ്പോൾ തീരുമാനിച്ചു ഇനിയിപ്പോൾ ഈ ഒരു ഡേറ്റ് എനിക്ക് ഒട്ടും കിട്ടാൻ വഴിയില്ലാന്ന്. അങ്ങനെ ഫസ്റ്റത്തെ ഒരു സ്റ്റേജ് 6 മണിയുടെ സ്റ്റേജ് ഉണ്ടായിരുന്നു. അതിലൊരു 3-4 പേരുണ്ടായിരുന്നു, അതും വേണം പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ കുറേ വട്ടം അവിടെ നിന്നതുകൊണ്ടും എനിക്ക് ഫസ്റ്റ് ഞാൻ വേണം എന്ന് പറഞ്ഞതുകൊണ്ടും എനിക്ക് ആ ഒരു 6 മണീൻ്റെ ഒരു സ്റ്റേജായിട്ടാണ് കിട്ടിയത്. ഞാനിപ്പോൾ നിൽക്കുന്നത് നമ്മുടെ കുട്ടികൾ ചെയ്യുന്ന മേൽപ്പത്തൂർ ഓഡിറ്റോറിയത്തിൻ്റെ തൊട്ടടുത്താണ്. അതേ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ സ്റ്റേജ്. ഇവിടെ വെച്ചാണ് കുട്ടികൾ ചെയ്യുന്നത്. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജും കൂടി ആയിട്ട് ഇവിടെ ചെയ്തിട്ടുണ്ട്. കാരണം ഒരുപാട് പേര് ഇതേപോലെ വരുമ്പോൾ ഒത്തിരി പേര് ദൂരെ നിന്നൊക്കെ വന്ന് മടങ്ങി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ആ ഒരു ബുദ്ധിമുട്ട് വേണ്ട എന്നുള്ളതുകൊണ്ടായിരിക്കാം ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് ഇവിടെ കണക്കാക്കിയിട്ടുണ്ട്. പക്ഷേ നമുക്ക് എപ്പോഴും ഈ ഒരു ഫസ്റ്റ് സ്റ്റേജിൽ ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ആ ഒരു ഇത്. അപ്പോൾ നമുക്കെന്തായാലും പ്രതീക്ഷാ ദിവസം തന്നെ 28-ാം തീയതി തന്നെ 6 മണിക്കാണെങ്കിലും ആ ഒരു ദിവസം നമുക്ക് കിട്ടിയിട്ടുണ്ട്. വെക്കേഷൻ സമയമായതുകൊണ്ട് നമുക്ക് അന്നത്തെ ദിവസം റൂം കിട്ടാനും
അതുപോലെ ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ ഇന്ന് തന്നെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. മേക്കപ്പും നമ്മുടെ പാട്ടിൻ്റെ ആൾക്കാരെയും ഒക്കെ നമ്മൾ വിളിച്ചു പറഞ്ഞ് അപ്പം തന്നെ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ നേരെ ബാക്കിലുള്ളതാണ് ഇവിടെ ഒരു സെക്കൻഡ് സ്റ്റേജായിട്ട് ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെയും പരിപാടികൾ നടക്കുന്നുണ്ട്. ഈ പ്രാവശ്യം എൻ്റെ അടുത്ത് ചെറിയ കുട്ടികളല്ല, വലിയ ആളുകളാണ് അരങ്ങേറ്റം ചെയ്യുന്നത്. അതിൽ 30+ ഉള്ള ചേച്ചിമാരാണ് ചെയ്യുന്നത്. ഒരുപാട് പേരൊന്നുമില്ല, ഒരു 3 ആളാണ് അരങ്ങേറ്റത്തിനായിട്ട് ഉള്ളത്. എൻ്റെ ഓൺലൈനായിട്ട് എൻ്റെ അടുത്ത് പഠിക്കുന്ന എൻ്റെ സ്റ്റുഡൻസാണ് അവർ. അപ്പോൾ എന്തായാലും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ഞാൻ വിചാരിച്ച ദിവസം തന്നെ ഫസ്റ്റ് സ്റ്റേജ് ആണെങ്കിൽ കൂടി എനിക്ക് അന്നത്തെ ദിവസം ഒരു സ്റ്റേജ് ഭഗവാൻ തന്നതിൽ ഒരുപാട് നന്ദിയുണ്ട്. ബുക്കിങ്ങിന് വരുമ്പോൾ നമ്മുടെ ഡാൻസ് ക്ലാസ്സിൻ്റേതായിട്ടുള്ള ഒരു ലെറ്റർ ഹെഡ് നമ്മൾ കരുതണം. അത് അവർക്ക് കൊടുക്കാനുള്ളതാണ്. അതേപോലെ നമ്മുടെ ഒരു ID കാർഡിൻ്റെ കോപ്പിയും നമുക്ക് ആവശ്യമാണ്. അതുപോലെ ഇത് എനിക്കിപ്പോൾ കിട്ടിയില്ല, നറുക്കെടുപ്പാണ് എന്നൊക്കെ പറഞ്ഞത് ഇവിടെ വെക്കേഷൻ്റെ സമയം ആയതുകൊണ്ടാണ്. അതല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ വരുന്ന ദിവസങ്ങളിൽ ജനുവരിയിലൊക്കെ വരികയാണെന്ന് വെച്ചാൽ, എൻ്റെ കഴിഞ്ഞ അരങ്ങേറ്റം ജനുവരിയിലായിരുന്നു ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ വരികയാണെന്ന് വെച്ചാൽ ഇത്ര തിരക്കൊന്നുമില്ല, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഡേറ്റ് തന്നെ നമുക്ക് കിട്ടും. ചിലപ്പോൾ നമുക്ക് 2 സ്റ്റേജ് എടുക്കുന്ന വെച്ചാൽ 2 സ്റ്റേജായിട്ടും അങ്ങനെയും കിട്ടാറുണ്ട്. ഇവിടെ 2 സ്റ്റേജുകളുള്ളതെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ മേൽപ്പത്തൂർ ഓഡിറ്റോറിയമാണ് നമ്മുടെ മെയിൻ സ്റ്റേജായിട്ട് വരുന്നത്. അവിടെ നമുക്ക് എല്ലാവർക്കും അറിയുണ്ടാവും ഒരു എമൗണ്ട്. നിങ്ങൾക്ക് അറിയാത്തവർക്ക് ഇവിടെ ഓഫീസിൽ വിളിച്ച് ചോദിക്കാവുന്നതാണ് എത്രയാണ് ഒരു സ്റ്റേജിന് വരുന്നത് എന്നുള്ള കാര്യം. ആ ഒരു സ്റ്റേജിൻ്റെ ഒരു പകുതിയോളമാണ് ഈ സെക്കൻഡ് സ്റ്റേജിനായിട്ട് വരുന്നത്. നമ്മൾ ബുക്കിംഗ് ഒക്കെ കഴിഞ്ഞു. അപ്പോൾ നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോകാൻ നിൽക്കുകയാണ്. ഡിസംബർ 28-ാം തീയതിയാണ് നമ്മുടെ കുട്ടികൾക്ക് ഡേറ്റ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഇനി അന്ന് ഗുരുവായൂരപ്പനെ കാണാൻ വരും. മക്കളുടെ അരങ്ങേറ്റമൊക്കെ നല്ല രീതിയിൽ നടക്കണം എന്നുള്ളൊരു പ്രാർത്ഥനയോട് കൂടിയിട്ടാണ് പോകണത്. അങ്ങനെ ഞങ്ങൾ 2 മാസത്തിന് ശേഷം വീണ്ടും ഗുരുവായൂരിൽ എത്തിയിരിക്കുകയാണ്. ഇന്ന് ഡിസംബർ 28-ാം തീയതിയാണ്. ഇന്നാണ് നമ്മുടെ ഓൺലൈൻ ചെയ്യുന്ന കുട്ടികളുടെ അരങ്ങേറ്റം. കുട്ടികളല്ല, വലിയ ചേച്ചിമാരാണ് ചെയ്യുന്നത്. നമ്മൾ ഒക്ടോബറിലായിരുന്നു വന്നിട്ടുണ്ടായിരുന്നു. ഒക്ടോബർ 28-ാം തീയതി വന്ന് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്ന് ഒത്തിരി പേരുണ്ടായിരുന്നു. ഞാൻ വിചാരിച്ചു വന്ന് എനിക്ക് സ്റ്റേജ് കിട്ടില്ല എന്ന് തന്നെയാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ എന്തോ ഭാഗ്യത്തിന് നറുക്കെടുപ്പിലൂടെ എനിക്ക് ഫസ്റ്റ് സ്റ്റേജാണ് 6 മണിക്കുള്ള സ്റ്റേജായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. 6 മണി തൊട്ടിട്ട് 7:30 വരെയാണ് നമുക്ക് പ്രോഗ്രാമിൻ്റെ സമയം കിട്ടിയിട്ടുള്ളത്. എല്ലാവരും അവർ 3 ആളും തലേ ദിവസം തന്നെ വന്നിട്ടുണ്ടായിരുന്നു. കാരണം നമുക്ക് പുലർച്ചെയാണല്ലോ, 2 മണിക്കാണ് മേക്കപ്പ് തുടങ്ങുന്നത്. ഒരു 5 മണിയാകുമ്പോഴേക്കും മേക്കപ്പൊക്കെ തീർത്ത് അവർ ഫോട്ടോയും ഇതൊക്കെ എടുക്കണിച്ചിട്ടാണ് നമ്മൾ നേരത്തെ മേക്കപ്പ് തുടങ്ങിയത്. നമ്മളിവിടെ ഗോപിക റീജൻസി എന്നുള്ളതിലാണ് റൂം എടുത്തിരിക്കുന്നത്. നമ്മുടെ പരിപാടി ചെയ്യുന്ന 3 പേരും ഇവിടെ തന്നെയാണ് റൂമൊക്കെ എടുത്തിരിക്കുന്നത്. കാരണം നമുക്ക് നേരത്തെയാണല്ലോ, 2 മണിക്കാണല്ലോ മേക്കപ്പ് തുടങ്ങുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെല്ലാവരും ഇവിടെ തന്നെ റൂം എടുത്തു. കാരണം അവർക്ക് വരാനും എല്ലാം സൗകര്യം ഇതായത് കൊണ്ട് തന്നെ. പിന്നെ നമ്മൾ റൂമും കാര്യങ്ങളൊക്കെ AC ആയിട്ട് തന്നെയാണ് എടുത്തിരിക്കുന്നത്. നമ്മുടെ ഈ പ്രാവശ്യത്തെ അരങ്ങേറ്റത്തിനുള്ള 3 പേരുടെ പേരുകൾ ഞാൻ പറയാം. അനിത മുരളീധരൻ നായർ, മുംബൈയിൽ നിന്നാണ് ചേച്ചി വന്നിരിക്കുന്നത്. ചേച്ചിക്കൊരു 55 വയസ്സുള്ള ചേച്ചിയാണ്. ചേച്ചിയുടെ ആ ഒരു പ്രായം വെച്ചിട്ടും നന്നായിട്ട് തന്നെ ചേച്ചി കളിക്കുന്നുണ്ട്. കാരണം പലരും എന്നെ ഫോൺ ചെയ്യുമ്പോൾ പറയാറുണ്ട്, എനിക്ക് 30 വയസ്സായി, അല്ലെങ്കിൽ 40 വയസ്സായി, എനിക്ക് കളിക്കാൻ പറ്റൂ, അതേപോലെ എനിക്ക് കാല് വേദനയാണ്, അതേപോലെ ബാക്ക് പെയിൻ ഉണ്ട്, അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നവർക്കൊക്കെ എനിക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് അനിതേച്ചി. കാരണം അനിതേച്ചിക്ക് ഒരു 53 വയസ്സുള്ളപ്പോൾ എൻ്റെ അടുത്ത് പഠിക്കാൻ തുടങ്ങിയതാണ്. ഒരു 2 വർഷത്തോളമായി അനിതേച്ചി പഠിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ അനിതേച്ചി അത് അരങ്ങേറ്റം ചെയ്യാനുള്ള ഒരു മോഹത്തിൽ ഇത്രയും നാളായിട്ട് ഇങ്ങനെ അതിലോട്ടുള്ള ഒരു യാത്രയിലായിരുന്നു. ഇതിന് മുന്നേ എൻ്റെ അടുത്ത് വന്നിട്ട് ക്ലാസിക്കൽ 1-2 വട്ടമൊക്കെ ചേച്ചിക്ക് എൻ്റെ പ്രോഗ്രാമുള്ള സമയത്ത് വന്ന് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഇപ്പോഴാണ് അരങ്ങേറ്റമായിട്ട് നമ്മൾ ചെയ്യണത്. അപ്പോൾ അതിൽ എനിക്കും ഒരുപാട് സന്തോഷമുണ്ട്. കാരണം ഞാൻ ഇതുവരെ ചെറിയ കുട്ടികളെ മാത്രമാണ് അരങ്ങേറ്റം നടത്തി കൊടുത്തിട്ടുള്ളൂ. ഈ ഒരു ഇതിലാണ് ഞാൻ വലിയൊരു ആളുകളെ ആയിട്ടുള്ള ഒരു അരങ്ങേറ്റമായിട്ട് ചെയ്യുന്നത്. അതിലെനിക്കും ഒരുപാട് സന്തോഷമുണ്ട്.
അനിതേച്ചിയെ പോലുള്ള എനിക്ക് അരങ്ങേറ്റം ചെയ്യാൻ പറ്റുമോ, ഡാൻസ് കളിക്കാൻ പറ്റുമോ എന്ന് ചോദിക്കുന്ന ആളുകൾക്ക് എനിക്ക് ഏറ്റവും വലിയൊരു ഉദാഹരണമായിട്ട് കാണിച്ചു തരാനുള്ളതാണ് അനിതേച്ചി. അതുപോലെ അടുത്തതായുള്ളത് രമ്യ ശ്രീജയനാണ്. രമ്യ ചേച്ചിയാണ് ചെയ്യുന്നത്. രമ്യ ചേച്ചി ലണ്ടനിൽ നിന്നാണ് പഠിക്കുന്നത്. രമ്യ ചേച്ചി ഇതേപോലെ ഒരു 1.5-2 വർഷം ആവുന്നേ ഉള്ളൂ. അപ്പോൾ അവർക്ക് ഡിസംബർ വെക്കേഷന് മാത്രമേ അവിടെ നിന്ന് വരാൻ പറ്റുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് കുറച്ച് ക്ലാസ്സുകൾ നമ്മൾ മാസത്തിൽ 4 ക്ലാസ് ആയിട്ടാണ് എടുത്തു കൊടുക്കാറ്. ചേച്ചിക്ക് നമ്മൾ മാസത്തിൽ ഒരു 8 ക്ലാസ് വെച്ചിട്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് അങ്ങനെയാണ് ചേച്ചി പഠിക്കുന്നത്. അങ്ങനെയാണ് ഈ ഡിസംബർ അരങ്ങേറ്റത്തിലോട്ട് ചേച്ചി വന്നത്. പിന്നെ അതേപോലെ അടുത്തതായുള്ളത് അഞ്ജലി അരുണാണ്. അഞ്ജലി ഇതേപോലെ മൈസൂരിൽ നിന്നാണ് വരുന്നത്. അഞ്ജലിയും ഇതേപോലെ എൻ്റെ അടുത്ത് 2 വർഷത്തിൽ കൂടുതലായി ഡാൻസ് പഠിക്കാൻ തുടങ്ങിയിട്ട്. അഞ്ജലി പിന്നെ എല്ലാ സ്റ്റെപ്പുകളും പഠിച്ചു കഴിഞ്ഞു. എന്നിട്ട് തന്നെയാണ് അരങ്ങേറ്റത്തിലോട്ട് ഒരു 2-2.25 വർഷത്തോളമായി പഠിക്കാൻ തുടങ്ങിയിട്ട് അരങ്ങേറ്റത്തിലോട്ടായിട്ട് അഞ്ജലിയുമുണ്ട്. നമുക്ക് ഈ പ്രാവശ്യവും പാടാൻ വന്നിരിക്കുന്നത് മണികണ്ഠൻ സാറാണ്. കവളപ്പാറയാണ് മണികണ്ഠൻ സാറിൻ്റെ വീട്. അപ്പോൾ നമുക്ക് റിഹേഴ്സൽ കാണാം. ഇതുവരെ ഒരു 3 ആളും വാട്സപ്പിലൂടെ വീഡിയോ കോൾ ചെയ്ത് ഓൺലൈനായിട്ടാണ് ക്ലാസ്സുകൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇന്നാണ് നമ്മൾ നേരിട്ട് കണ്ടിട്ട് ചെയ്യാൻ പോണത്. അപ്പോൾ എല്ലാം നന്നായി ചെയ്യും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മൾ റിഹേഴ്സലൊക്കെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ആ റിഹേഴ്സലിൻ്റെ വീഡിയോ കാണാം. അപ്പം നമുക്ക് പാട്ട് പാടാൻ വന്നിട്ടുള്ള സാറുമാരെയൊക്കെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഈ ഒരു അരങ്ങേറ്റത്തിനും നമുക്ക് പാട്ട് പാടാൻ വന്നിരിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ പരിപാടിക്ക് വന്ന മാഷന്നെയാണ്, മണികണ്ഠൻ സാറാണ്. എൻ്റെ പേര് മണികണ്ഠൻ, കവളപ്പാറയാണ് വീട്. മാഷിക്ക് എന്താണ്, എൻ്റെ ആദ്യത്തെ അരങ്ങേറ്റാണ് ഓൺലൈനായിട്ടുള്ളത്. അപ്പോൾ മാഷിക്ക് കണ്ടിട്ട് എങ്ങനെ? ഓൺലൈനായിട്ട് പ്രത്യേകിച്ച് അവര് ഒരു കുറച്ചുകൂടി ഒരു ഏജ് ഗ്രൂപ്പ് കൂടിയതല്ലേ, പക്ഷെ എന്നിട്ട് അവര് ഇത്രയും നന്നായിട്ട് ചെയ്യണമെന്നുള്ളതില് ഞാൻ ടീച്ചർക്ക് എല്ലാ ക്രെഡിറ്റും. പിന്നെ അവര് അത് നന്നായിട്ട് ചെയ്തു. 3 പേരും ഞാൻ കണ്ടപ്പോ ഞാൻ ഇത്ര പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമെന്ന് വിചാരിച്ചില്ല, പക്ഷെ എക്സ്പെക്ടേഷനേക്കാൾ കൂടുതൽ നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഞാനാണെങ്കിലും അവരൊരുമിച്ച് ചെയ്യിപ്പിച്ചിട്ടില്ല. ഇന്നാണ് ഇപ്പൊ എല്ലാവരും കൂടി ഫസ്റ്റ് വേദന. എനിക്ക് സുജതയ്ക്ക് ചെറിയ കുട്ടിയായിരിക്കുമ്പോ ഞാൻ ആദ്യം പാടിയത് തോന്നി. അതുണ്ട്, മാഷാണ് ആദ്യം പാടിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ടീച്ചർക്കും
കുട്ടികൾക്കും എല്ലാ ഭാവങ്ങളും ഓൾ ദി ബെസ്റ്റ്. ശരി മാഷെ. നമുക്ക് ഈ പ്രാവശ്യം വയലിൻ വായിക്കാൻ വന്നിരിക്കുന്നത് നമുക്ക് മുന്നത്തെ അരങ്ങേറ്റത്തിന് വായിക്കാൻ വന്നിട്ടുള്ള മാഷിനെയാണ്. അപ്പോൾ നമുക്ക് മാഷ് പരിചയപ്പെടാം. മാഷിൻ്റെ പേര്? പ്രസാദാണ്, തൃശ്ശൂരാണ് വീട്. ജവഹർ ബാലുവിൻ്റെ ക്ലാസ് അധ്യാപകനാണ്. അപ്പം എന്തായാലും മുന്നത്തെ ഒരു പ്രോഗ്രാം നമ്മളൊപ്പം ചെയ്തിട്ടുണ്ടായിരുന്നു. നല്ല പ്രോഗ്രാം ആവട്ടെ, നല്ല ഭാവി ഉണ്ടാവട്ടെ. ഇനി തുടർന്ന് പഠിച്ച് കൂടുതൽ പെർഫോം ചെയ്യാം. ഇനി ഉണ്ടാവണം മാഷ എല്ലാ പരിപാടികളും. നമുക്ക് ഈ പ്രാവശ്യം മൃദംഗം വായിക്കാൻ വന്നത് ഒരു പുതിയൊരു സാറാണ്. അപ്പം നമുക്ക് ആ സാറെ പരിചയപ്പെടാം. നമസ്കാരം, എൻ്റെ പേര് മണിക്കുട്ടൻ. ഞാൻ ടീച്ചറുടെ പരിപാടിക്ക് ആദ്യമായിട്ടാണ് അരങ്ങേറ്റത്തിന് വായിക്കുന്നത്. ടീച്ചറുടെ അരങ്ങേറ്റത്തിന് എല്ലാ ഭാവവും. മാഷ് എവിടെ? കവളപ്പാറ തന്നെയാണ് മാഷിൻ്റെ വീടും. അപ്പം ഇനി നമ്മുടെ അടുത്ത പരിപാടികളിലൊക്കെ മാഷിനെയും കാണാം നമുക്ക്. താങ്ക് യു. എൻ്റെ അടുത്ത് അരങ്ങേറ്റം ചെയ്യുന്ന 3 പേരാണ് നമുക്ക് ഈ പ്രാവശ്യം അരങ്ങേറ്റത്തിനുള്ളത്. അപ്പോൾ നമുക്ക് അനിതേച്ചിനെ പരിചയപ്പെടാം. അപ്പൊ അനിതേച്ചി പറയൂ. അനിതേച്ചി ഇവിടുന്നാ വരുന്നത്? ഞാൻ മുംബൈയിൽ നിന്നാണ് വരുന്നത്. ഞാൻ ബ്രോൺ ആൻഡ് ബ്രോട്ടപ്പ് മുംബൈയിൽ തന്നെയാണ്. ആക്ച്വലി കേരളയിലല്ല ഞാൻ ജനിച്ചതും വളർന്നതും. അപ്പോൾ ചെറുപ്പം മുതൽക്കേ എനിക്ക് പഠിച്ചിട്ടുണ്ടായിരുന്നു ഡാൻസ്. പക്ഷേ എനിക്കത് പഠിക്കാൻ ഇനിയും ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ കുട്ടികളൊക്കെ എല്ലാം സെറ്റിൽ ആയതിന് ശേഷം ഞാൻ എൻ്റെ ലൈൻ ഫോക്കസ് ചെയ്തിട്ട് എനിക്കൊരു ഡാൻസ് എൻ്റെ ഡ്രീമാണത്. ഞാൻ ഫോക്കസ് അത് ഡിറ്റർമിനേഷനും ചെയ്തിട്ട് എനിക്ക് മുമ്പിലേക്ക് പോകണം എന്ന് നല്ല ആഗ്രഹത്തോടെയാണ് ഞാൻ പിന്നെ യൂട്യൂബ് ചാനൽസൊക്കെ നോക്കിയപ്പോൾ പല യൂട്യൂബ് ചാനൽസിൽ പല ടീച്ചേഴ്സും ഉണ്ടാവാറുണ്ട്. പക്ഷേ ഞാൻ ടീച്ചറിനെ കണ്ടത് കലാമണ്ഡലം സുജിത സുധീഷ് ഇവരുടെ നോക്കി എനിക്ക് അവരുടെ ആ സംസാരവും അവരുടെ ആ പറഞ്ഞു തരുന്നതും ഒക്കെ എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. സോ അങ്ങനെ ഇവരെ കോൺടാക്ട് ചെയ്തതിൻ്റെ ശേഷം അങ്ങനെ ഞാൻ മുമ്പിലേക്ക് പോയി. ആൻഡ് when I started talking to her, I felt that it's very nice that she was also giving me nice motivation to me that you can start. Age is just a number, she told me, because ഞാൻ 50 and above ആണ് ഞാൻ. അപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉണ്ടായിരുന്നു എനിക്ക് മുമ്പിലേക്ക് പോകാൻ പറ്റുമോ ഇല്ലേന്ന്. പക്ഷേ എൻ്റെ ടീച്ചർ ഗുരു കലാമണ്ഡലം സുജിത സുധീഷ് അവർ മോട്ടിവേറ്റ് ചെയ്തു എന്നെ. പഠിക്കാം മുമ്പിലേക്ക് പോവാം. From last 2 years I have been studying online classes from my guru Kalamandalam Sujita Sudesh. And ഇതിൻ്റെ മുമ്പിൽ നടുവിലും ഞാൻ through online classes I have studied some steps from her, that is classical dance. And അതൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റി സ്റ്റേജിൽ. It was my first stage show. With the help of my teacher only I could have done, but now I'm looking forward for my Arangetram, that is on 28th of December 2023, that is coming on Thursday in Guruvayur. And I need all your blessings for this, because prayer and all the support I need for this, for my teacher also, especially because of her only I could do my dance journey, and without her I'm nothing. I always do respect her a lot. Thanks. അപ്പോൾ അനിതേച്ചി ഇപ്പോൾ പറഞ്ഞു കേട്ടല്ലോ. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്ന് വെച്ചാൽ ഞാൻ ഇത്രയും കാലം ചെറിയ മക്കളെയാണ് അരങ്ങേറ്റമൊക്കെ ചെയ്യിപ്പിച്ചിട്ടുള്ളൂ. അപ്പോൾ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് ഇവർ 3 പേരാണ് ഉള്ളത്. അതിൽ വെച്ചിട്ട് ഏജ് കൂടിയൊരു ചേച്ചിയാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. എൻ്റെ അടുത്ത് ഒത്തിരി പേര് പഠിക്കുന്നുണ്ട്. അപ്പോൾ അനിതേച്ചിയാണ് നമുക്ക് കാണിച്ചു കൊടുക്കുക. നമുക്ക് ഇത്ര പ്രായം നമുക്കൊരു ഇതല്ല. നമുക്ക് അതിലൂടെ ഇഷ്ടം വെച്ചാൽ നമുക്ക് ഏത് പ്രായത്തിലും പഠിക്കാം. അത് നമ്മൾ തന്നെ ആ ഒരു പഠിച്ചെടുക്കാനുള്ളൊരു മനസ്സ് നമുക്ക് വേണമെന്നാണ് ഉള്ളത്. നമുക്ക് അടുത്ത ആളെ പരിചയപ്പെടാം. അടുത്തത് രമ്യ ചേച്ചിയാണ്. അപ്പോൾ നമുക്ക് രമ്യ ചേച്ചിയോട് ചോദിക്കാം കേട്ടോ. രമ്യ ചേച്ചി എവിടുന്നാ വരുന്നത്? ഞങ്ങളിപ്പോൾ ഒരു 7 വർഷമായിട്ട് ലണ്ടനിലാണ് താമസിക്കുന്നത്. ഇവിടെ മായന്നൂർ അടുത്താണ്, മായന്നൂർ തന്നെയാണ് വീട്.
ഒത്തിരി നാളായിട്ട് ചെറുപ്പം മുതലേ ഭയങ്കര ആഗ്രഹമായിരുന്നു ക്ലാസിക്കൽ ഡാൻസ് പഠിക്കണമെന്ന്. ഡാൻസൊക്കെ ചെയ്യാറുണ്ട് സ്കൂളിലും കോളേജിലെല്ലാം, പക്ഷെ ക്ലാസിക്കലായിട്ട് പഠിച്ചിട്ടില്ല. അതിനുള്ളൊരു ചാൻസ് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ മാരേജ് കഴിഞ്ഞ് കുട്ടികളായി. അപ്പോൾ അതൊക്കെ കഴിഞ്ഞാൽ എന്തായാലും പഠിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ശുചി കലാമണ്ഡലത്തിലൊക്കെ പഠിച്ച് അതൊക്കെ കഴിഞ്ഞെന്ന് അറിഞ്ഞപ്പോൾ ഇവിടെ ക്ലാസ് എടുക്കണമെന്ന് പറഞ്ഞപ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോഴാണ് പിന്നെ UK പോയത്. പിന്നെയാണ് ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ചെയ്തത് അറിഞ്ഞത്. അപ്പം പിന്നെ എന്തായാലും പഠിക്കണമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ജോയിൻ ചെയ്ത് അങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോവാണ് ക്ലാസ്. എനിക്ക് ഒത്തിരി ഇഷ്ടമാണ് സുജിയുടെ ക്ലാസ്. മെയിനായിട്ട് എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ടൈമും അവിടുത്തെ ടൈമും തമ്മിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. സാധാരണ ഒരു 5.5 മണിക്കൂറിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ ആ ടൈം അതിനനുസരിച്ചിട്ട് സുജി എപ്പോഴും അഡ്ജസ്റ്റ് ചെയ്ത് തരാറുണ്ട്. ഇവിടുത്തെ ക്ലാസ് ഏകദേശം ഒരു 11 മണിക്കൊക്കെയാണ് നമ്മുടെ നാട്ടിൽ ക്ലാസ് എടുത്ത് തരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു അഡ്ജസ്റ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നതോടുകൂടി ആണ് എനിക്കത് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഇനിയിപ്പോൾ ഈ ഡിസംബറിൽ 28 അരങ്ങേറ്റം കൂടിയാണ്. അപ്പോൾ ഏകദേശം ഒരു 2 വർഷത്തിൻ്റെ അടുത്താണ് പഠിച്ചിട്ട്. ഇപ്പോൾ ഒത്തിരി സന്തോഷമുള്ളൊരു കാര്യമാണ്. അപ്പം ഇനിയും ഒരുപാട് നാള് സുജിയുടെ കീഴിൽ തന്നെ ഇത് കണ്ടിന്യൂ ചെയ്ത് പോകണമെന്നാണ് ആഗ്രഹം. ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് അത് സാധിക്കട്ടെ എന്ന് വിചാരിക്കുന്നു. താങ്ക് യു. നമുക്ക് അടുത്തതായിട്ട് എൻ്റെ അടുത്ത് അരങ്ങേറ്റം ചെയ്യുന്നത് അഞ്ജലിയാണ്. അപ്പോൾ നമുക്ക് അഞ്ജലിനെ പരിചയപ്പെടാം. എൻ്റെ പേര് അഞ്ജലി. ഞാൻ മൈസൂരാണ് താമസം. വീട് തിരുവല്ലാമലയാണ്. അഞ്ജലി, ഇപ്പോൾ എങ്ങനെയാണ് എൻ്റെ ക്ലാസ്സിലോട്ട് ഇപ്പോൾ ഓൺലൈനായിട്ട് ചെയ്യാനായിട്ട് വന്നത്? അത് ഈ കോവിഡ് സമയമായിരുന്നപ്പോൾ ഇങ്ങനെ ഓൺലൈൻ ക്ലാസ്സുകളുണ്ട്. മുമ്പൊന്നും ഡാൻസ് ഓൺലൈൻ ഇല്ലല്ലോ. കോവിഡിന്റെ ആ ടൈമിലാണ് ഓൺലൈനായിട്ട് പഠിക്കാൻ പറ്റുമെന്ന് മനസ്സിലായത്. അപ്പം ഞാനിങ്ങനെ വെറുതെ ഫേസ്ബുക്കിൽ ഇങ്ങനെ സെർച്ച് ചെയ്ത് നോക്കി. അങ്ങനെയാണ് ഈ കണ്ടത്. അപ്പം ഞാൻ ഫോൺ ചെയ്തപ്പോൾ സംസാരിച്ചപ്പോൾ എനിക്ക് തോന്നി ചെയ്യാൻ പറ്റുമെന്ന് തോന്നി. അങ്ങനെയാണ്. പിന്നെ യൂട്യൂബിൽ വീഡിയോസും അതൊക്കെ കണ്ടു. അതുണ്ട്. അപ്പോൾ എന്താ പറയുക, അഞ്ജലി ഒരു 2 വർഷത്തോളം അല്ലേ? അതെ, ഫെബ്രുവരി ആവുമ്പോൾ 2 വർഷം. 2 വർഷം ആവുന്നേ ഉള്ളൂ. പക്ഷെ അത് നമ്മൾ ഓരോരുത്തർ പഠിച്ചെടുക്കണ പോലെയാണ്. ഇപ്പം അഞ്ജലി 2 വർഷം ആയിട്ടേ ഉള്ളൂ. ഞാനൊരു 3 വർഷത്തോളമായി ഓൺലൈനായിട്ട് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ചെറിയ മക്കളൊക്കെയാണ് തുടക്കത്തിലൊക്കെ ഉണ്ടായിരുന്നത്. അവരിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അവരുടെ അരങ്ങേറ്റത്തിലോട്ടുള്ള ഐറ്റങ്ങളൊക്കെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ എൻ്റെ അരങ്ങേറ്റത്തിന് ഇവർ 3 ആളുകളാണ് റെഡി ആയിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയാണ്. അഞ്ജലി മൈസൂരിൽ നിന്നാണ് വരുന്നത്. അപ്പം എന്തായാലും നമുക്കിനി അരങ്ങേറ്റം നല്ലത് നടക്കട്ടെ എന്ന് ദൈവത്തിനോട് പ്രാർത്ഥിക്കാം അല്ലേ? അഞ്ജലി, അനിത, രമ്യ, ഞങ്ങൾ 3 ആളുടെ അരങ്ങേറ്റമാണ് ഓൺ 28 ഡിസംബർ ഗുരുവായൂർ വെച്ചിട്ടാണ്. 6 മണിക്കാണ് രാവിലെ, തേഴ്സ്ഡേ. അപ്പോൾ നിങ്ങൾ എല്ലാവരുടെയും ബ്ലെസ്സിങ്സ് വേണം ആൻഡ് സപ്പോർട്ടും വേണം. താങ്ക് യു വെരി മച്ച്. മൂന്നാൾക്കുമുള്ള ഡ്രസ്സ് ഞങ്ങൾ സാരി വാങ്ങിയിട്ട് അത് സ്റ്റിച്ച് ചെയ്യാൻ കൊടുക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അത് നമ്മൾ സുന്ദർ മഹാലിലാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. നമ്മൾ പൊതുവെ എല്ലാ ഡ്രസ്സുകളും കുട്ടികൾക്ക് പ്രോഗ്രാം ഉള്ളപ്പോഴും ഒക്കെ നമ്മൾ ചെയ്യണത് നമ്മുടെ സുന്ദർ മഹാളിൽ തന്നെയാണ് നമ്മൾ വാങ്ങിക്കാറുള്ളത്. അപ്പോൾ നമ്മുടെ ഈ പ്രാവശ്യത്തെ ഡ്രസ്സ് സ്റ്റിച്ച് ചെയ്യാനുള്ളതും നമ്മൾ അവിടെ തന്നെയാണ് കൊടുത്തത്. അപ്പോൾ 3 ആൾക്കും 3 കളറായിട്ടാണ് എടുത്തത്. അത് അവർ വലിയ ആളുകളായതുകൊണ്ട് അവരോട് നമ്മൾ ചോദിച്ചു. മറ്റേത് കുട്ടികളാവുമ്പോൾ നമ്മളങ്ങനെ എന്ത് കളറാണ് വേണ്ടത് അങ്ങനെയൊന്നും ചോദിക്കാറില്ല. കാരണം എല്ലാവർക്കും ഒരേ കളറായിരിക്കും. അപ്പോൾ നമ്മളൊരു കളർ നമ്മൾ തന്നെ അങ്ങോട്ട് സെലക്ട് ചെയ്യുകയാണ്. ഇതിപ്പോൾ 3 ആളേ ഉള്ളൂ. അപ്പോൾ പിന്നെ 3 ആളും വലിയ ആളുകളാണ്. അപ്പോൾ അവർക്ക് ഇഷ്ടമുള്ള കളർ ചോദിച്ചിട്ട് അങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമുക്കത് ഓരോരുത്തരുടെ കാണാം കേട്ടോ. ഇത് നമ്മുടെ ഇതിൽ ഏജ് കൂടിയ ചേച്ചിയാണ്, അനിതേച്ചിയാണ്. അപ്പോൾ അനിതേച്ചിക്ക് വേണ്ടിയിട്ട് അനിതേച്ചിക്ക് റെഡ് കളർ വേണം പറഞ്ഞു. അപ്പോൾ അതിന് പറ്റുന്നൊരു സാരി നമുക്ക് കിട്ടി, റെഡും ബ്ലൂവും കൂടിയിട്ട്. അപ്പോൾ ഇതിൽ ബ്ലൗസ് വരുന്നത് നമുക്ക് ബ്ലൂ കളർ ബ്ലൗസായിട്ടാണ്, ബാക്കിയെല്ലാം റെഡായിട്ടും അങ്ങനെയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ അനിതേച്ചിയുടെ ഡ്രസ്സായിട്ട് വരുന്നത്.
ഇനി നമുക്ക് അടുത്തത് നോക്കാം. അടുത്തത് നമുക്ക് രമ്യ ചേച്ചിയുടെയാണ്. രമ്യ ചേച്ചി ഒരു യെല്ലോ കളറിലോട്ട് പോകണം എന്നൊക്കെയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമുക്ക് വിചാരിക്കുന്ന സാരി, അപ്പോൾ ചേച്ചിയോട് തന്നെ ചോദിച്ചു എങ്ങനെ സാരി എന്നുള്ളത്. നമ്മൾ കളറൊക്കെ കാണിച്ചു കൊടുത്തു. അപ്പോൾ യെല്ലോ ഓറഞ്ച് അങ്ങനെ ഒരു രീതിയിലാണ് നമുക്ക് രമ്യ ചേച്ചിയുടേതായിട്ട് കിട്ടിയത്. അപ്പോൾ രമ്യ ചേച്ചിക്ക് നമ്മൾ ഇതാണ്, ചേച്ചിക്ക് ഈ സാരി മതി എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ ഈ സാരിയാണ് സെലക്ട് ചെയ്ത്. അതിലും ഇതേപോലെ ബ്ലൗസ് ഒരു ബ്ലൂ കളറിലോട്ടായിട്ട് അങ്ങനെയാണ് വരുന്നത്. പിന്നുള്ളത് അഞ്ജലീൻ്റെയാണ്. അഞ്ജലീൻ്റെ കാണിക്കാം. അഞ്ജലീൻ്റെ ബ്ലൗസ് മാത്രം ഗ്രീൻ കളറിലോട്ടാണ് പോയിരിക്കുന്നത്. അപ്പോൾ ഇതാണ് അഞ്ജലീൻ്റെ ഡ്രസ്സിൻ്റെ കളർ വരുന്നത്. അപ്പോൾ പാൻറ്റും ഇതൊക്കെ നമ്മൾ ഒരേ കളറ്, ബ്ലൗസ് മാത്രം ഗ്രീന്. പിന്നെ ഇതേ ഇവിടെ ഇങ്ങനെ അവിടെ ബ്ലൗസ് മാത്രമല്ല നമ്മുടെ ഗ്രീൻ വരുന്നത്. പിന്നെ അറിയാമല്ലോ, കളിക്കുന്ന എല്ലാവർക്കും അറിയാം അതിൻ്റെ ഞൊറി ഇവിടെ ഇങ്ങനെതായിട്ട് നമ്മൾ പാൻറ്റിൽ ഇതാക്കണ ഭാഗമാണല്ലോ. ഇവിടെ ഈ പച്ച ഭാഗം ആ സാരിയുടെ മുന്താണിയുടെ ഭാഗമായിട്ട് ഇവിടെ ഇങ്ങനെ കൊടുത്തിട്ട്, പിന്നെ അതേപോലെ ഇവരുടെ ബ്ലൂ ആയതുകൊണ്ട് ഇതിൽ ഇങ്ങനെ ബ്ലൂ കളറാണ് ഇതിലോട്ട് വന്നെടുക്കുന്നത്. ഇങ്ങനെ വരും. അനിതേച്ചിയുടെ പിന്നെ റെഡ്, അനിതേച്ചി പറഞ്ഞു എനിക്ക് ഫുള്ള് റെഡായാലും മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ഫുള്ള് റെഡായിട്ടുള്ളൊരു ഇതന്നെ കിട്ടി നമുക്ക്. അപ്പോൾ അതിൽ റെഡും ബ്ലൂവും കൂടി ആയതുകൊണ്ട് ദേ ഇങ്ങനെയാണ് അതിൻ്റെ ആ ഒരു ഫ്രണ്ടിലത്തെ ആ ഒരു ഭാഗം വന്നിരിക്കുന്നത്. ഇത് നമ്മുടെ അനിതേച്ചിയുടെ എന്ന് പറഞ്ഞ റെഡും ബ്ലൂവും കൂടിയിട്ടുള്ളത്. അപ്പോൾ അതിൽ പറഞ്ഞല്ലോ ബ്ലൗസ് ബ്ലൂ ആണ്, ബാക്കിയെല്ലാം നമുക്ക് വരുന്നത് എന്താണ് റെഡിലോട്ടായിട്ടാണ് പോയിരിക്കുന്നത്. പാൻറ്റ് ഫുള്ള് റെഡായിട്ട് അങ്ങനെ ഫുള്ളായിട്ട് നിവർത്തുന്നൊന്നുമില്ല. ഞാൻ ഒരു പുതിയതായിട്ട് അങ്ങനെ തന്നെ ഇടട്ടെ. അടുത്തത് നമ്മൾ അവർക്കുള്ള നമ്മൾ ചിലങ്ക, അതേപോലെ മുടി, പൂവ്, ഇതൊക്കെയാണ് എല്ലാം നമ്മൾ അവിടെ നിന്ന് തന്നെ സുന്ദർ മഹാളിൽ തന്നെയാണ് വാങ്ങിച്ചത്. നമുക്ക് കോഴിക്കോടുള്ള എല്ലാവരും ഒരുവിധം അവിടെ നിന്ന് തന്നെ വാങ്ങിക്കണമെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഞാൻ നാട്ടിൽ പോയിട്ട് കുട്ടികളുടെ ഡ്രസ്സും ഇതൊക്കെ ചെയ്യുമ്പോൾ മേക്കപ്പിനൊക്കെ വരുന്ന എല്ലാവരും പറയാറുണ്ട് സുന്ദർ മഹാളിൻ്റെ ഡ്രസ്സും എല്ലാം നല്ലതാണ് എന്നുള്ള ഒരു കാര്യം പറയാറുണ്ട്. അപ്പം നമുക്കും കേൾക്കുമ്പോൾ ഒരു സന്തോഷമാണ്. ഇതിലിപ്പോൾ ഒരാൾക്കുള്ളത് മാത്രമേ നമ്മൾ ഒരാളുടെ പാക്കറ്റ് മാത്രമേ തുറന്നിട്ടുള്ളൂ, അത് കാണിച്ചിട്ടുണ്ട്. ഡാൻസ് കളിക്കുന്ന എല്ലാവർക്കും ഇതൊക്കെ പരിചയമുള്ള സാധനങ്ങളാണ്, ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ആദ്യം ചിലങ്കയിൽ തന്നെ തുടങ്ങാം. നമുക്കറിയാലോ ഈ ഒരു ചിലങ്ക നമ്മുടെ കാലിൽ കെട്ടിക്കളിക്കണമെന്ന് വെച്ചാൽ അതൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ ഞാൻ പറയുകയാണെന്ന് വെച്ചാൽ എൻ്റെ ഇപ്പോൾ കളിക്കുന്നതിൽ അനിതേച്ചി, ആ ചേച്ചി കുറച്ച് ഏജ് കൂടിയ ആളാണ്. അനിതേച്ചിക്ക് 55 വയസ്സാണുള്ളത്. അപ്പോൾ അനിതേച്ചിയുടെ ആ ഒരു പ്രായത്തിൽ കളിക്കുമ്പോൾ അത്രയും ആ ഒരു സന്തോഷത്തിലാണ് അനിതേച്ചി കളിക്കുന്നത്. അപ്പോൾ അനിതേച്ചിയോട് ഞാൻ ഡ്രസ്സും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഏതാ കളറ് വേണ്ടിച്ച് പറഞ്ഞോളൂ. അനിതേച്ചിയോട് ചോദിച്ചിട്ടാണ് ഞാൻ മറ്റ് രണ്ടാളോട് ചോദിച്ചത് നിങ്ങൾക്ക് ഏത് കളറാണ് വേണ്ടത് എന്നുള്ള കാര്യം. അപ്പോൾ അവരും അനിതേച്ചി റെഡ് എടുത്തപ്പോൾ മറ്റ് കളറുകളായിട്ടാണ് അവരും പറഞ്ഞത്. അപ്പോൾ ഇതാണ് ചിലങ്ക. നമ്മൾ 101 മണിയുള്ളതാണ് വാങ്ങിച്ചെടുക്കുന്നത്. അപ്പോൾ 5 വരി എന്നുള്ള ആ ഒരു ഇതാണ്. ഇതും അവിടെ സുന്ദർ മഹാലിൽ അവരവിടെ സ്റ്റിച്ച് ചെയ്യുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അവരുടേതായിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെയാണിത്. ഇനി നമുക്ക് അടുത്തത് നമ്മുടെ മുടിയൊക്കെ കെട്ടാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് മുടി കെട്ടാൻ എന്തുണ്ട്, എല്ലാവർക്കും തോനെ മുടിയൊന്നും ഉണ്ടാവില്ലല്ലോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വേണ്ടത് വാർമുടി തന്നെയാണ് വേണ്ടത്. അപ്പോൾ അതിൽ ചെറുതും വലുതും അങ്ങനെ 40 അങ്ങനെ എന്തോ സൈസാണ്. അപ്പോൾ നമ്മൾ അതിലത്തെ വലുത് നോക്കിയിട്ട് തന്നെയാണ് വാങ്ങിച്ചത്. വലുത് തന്നെ മതി എന്നാണ് പറഞ്ഞത്. ശരിക്കും എൻ്റെ ക്ലാസ്സിലൊക്കെ തോനെ മുടിയുള്ള കുട്ടികളൊക്കെ ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മൾ എന്താ പറയുക, മുടി നമ്മുടെ വിപ്പുമുടിയൊന്നും വെക്കാതെ നേരെ കുഞ്ചലം മാത്രം ഇട്ടിട്ട് അങ്ങനെ കെട്ടിക്കൊടുക്കാറുണ്ട്. ഇതിപ്പോൾ നമ്മൾ ഇത്ര വലുത് അവിടെ ഉള്ളതിലത്തെ വലിയ സൈസ് അങ്ങനെ ആയിട്ടാണ് നമ്മൾ കട്ടി അങ്ങനെ നോക്കിയിട്ടാണ് വാങ്ങിച്ചെടുക്കുന്നത്.
നമുക്ക് മുടീൻ്റെ തറ്റത്ത് നമ്മൾ കെട്ടിക്കൊടുക്കേണ്ടതാണ്, കുഞ്ചലാണ്. അപ്പോൾ ഇതിൽ തന്നെ വേറെ മോഡലും, അപ്പോൾ അതിലെല്ലാം നമ്മൾ നല്ലത് നോക്കിയിട്ട് അങ്ങനെയാണ് എടുത്തെടുക്കുന്നത്. ഇത് കാണുമ്പോൾ എനിക്ക് തോന്നുന്നുണ്ട് ഞാൻ എൻ്റെ ഫസ്റ്റ് അരങ്ങേറ്റത്തിൻ്റെ പോലെ അന്നൊക്കെ നമ്മൾ റിബൺ കെട്ടില്ല, ആ റിബൺ കൊണ്ടൊക്കെ തോന്നുന്നു കെട്ടിയിട്ടുണ്ടായിരുന്നത്. കുഞ്ചലും ഉണ്ടായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ റിബണൊന്നും ആരും കെട്ടി കാണാറില്ല. ഫുള്ള് നമ്മൾ ചരട് മാത്രമാണ് കുട്ടികൾക്ക് ഉപയോഗിക്കാറ്. പിന്നെ നമുക്ക് മുടിയൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ എന്താണ്, മുല്ലപ്പൂ വേണം. ഇപ്പം മുല്ലപ്പൂ തന്നെ ഇവിടെ നിന്നാണ് ഞാൻ ഇങ്ങനത്തെ ഒരു പൂവ് കാണുന്നത്. മറ്റു ഷോപ്പുകളിലൊക്കെ ഞാൻ പാലക്കാടൊക്കെ എടുക്കുമ്പോൾ ഇങ്ങനത്തെ കണ്ടിട്ടില്ല. സാധാ നമ്മളുള്ള മുന്നേ ഉപയോഗിച്ചായിരുന്ന അതേ പൂ തന്നെയാണ് കണ്ടിരുന്നത്. ഇത് കാണാൻ ഒരു പ്രത്യേക ചന്തമുണ്ട് ഈ ഒരു പൂവിന്. ഈ പൂവിന് എനിക്ക് തോന്നുന്നത് മുന്നേ നമ്മൾ ഉപയോഗിച്ച പൂവിനേക്കാളും കുറച്ചും കൂടി ഭംഗി കൂടുതലാണ്. മുന്നേ ഉപയോഗിക്കുന്ന അങ്ങനത്തെ പൂവും ഉണ്ട്. ഇപ്പം ഞാനൊക്കെ ഉപയോഗിക്കുന്നത് പഴയ അങ്ങനത്തെ പൂ തന്നെയാണ്. അപ്പോൾ ഇതിപ്പോൾ പുതിയ മോഡലാണ്. അപ്പോൾ കാണുമ്പോൾ ഒരു അതിൻ്റേതായ ഒരു ഭംഗി അതിനുണ്ട്. പിന്നെ അറിയാമല്ലോ നമുക്കതിന് വേണ്ട സ്ലൈഡ്, ചരട്, ഇതൊക്കെ സേഫ്റ്റി പിന്നെ ഇതൊക്കെയാണ് നമുക്ക് വേണ്ടത്. പിന്നെ അതേപോലെ ഇപ്പം നമുക്ക് മുടി കെട്ടണം. മുടി കെട്ടുമ്പോൾ നമ്മൾ ഇത് വട, നമ്മൾ നമ്മുടെ റിങ് ഇതേപോലെ റിങ്ങിൽ തന്നെ പല മോഡലായിട്ട് അതിൽ നിറയെ എന്താ പറയുക മുത്തൊക്കെ വെച്ചിട്ടും അങ്ങനെയൊക്കെ ഉണ്ട്. അങ്ങനത്തെയൊക്കെ ആയിരുന്നു നമ്മൾ ഓരോ സമയത്ത് അരങ്ങേറ്റങ്ങൾ വരുമ്പോൾ ഓരോ രീതിയിലാണ് ഉപയോഗിക്കാറ്. ഇപ്പം ഞാൻ എടുക്കുന്നതിൽ ഇതാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത് ഇതേപോലെ അതിൻ്റെ മേലെ ഇങ്ങനെ വെക്കണ രീതിയിൽ നമ്മളത് വെച്ച് കൊടുക്കും. പിന്നെ മൂക്കുത്തിയാണ്. മൂക്കുത്തി നമ്മൾ 3 എണ്ണമൊന്നും വാങ്ങിയില്ല, 2 മൂക്കുത്തിയാണ് വാങ്ങിച്ചിട്ടുള്ളൂ. കാരണം ഇവിടെ നടുവിൽ വെക്കുമ്പോൾ ഭയങ്കര കുട്ടികൾക്കൊക്കെ വേദനയും ഇതൊക്കെ ആയിരിക്കും. നടുവിൽ തൂങ്ങിക്കിടക്കണ കാണാൻ ഭയങ്കര ഭംഗിയാണ്. പക്ഷേ അതുകൊണ്ട് ഞാനിപ്പോൾ കുറേ ആയിട്ട് അങ്ങനത്തെ വാങ്ങിക്കാറില്ല. നമ്മൾ 2 സൈഡിലും വെക്കണത് മാത്രമേ വാങ്ങിച്ചു കൊടുക്കാറുള്ളൂ. അപ്പോൾ അതിലും ഇപ്പോൾ സുന്ദർ മഹാൾ പോയപ്പോഴാണ് നമുക്ക് ഇങ്ങനത്തെ ഒരു പുതിയൊരു മോഡൽ കാണുന്നത്. നമ്മുടെ നാട്ടിൽ പാലക്കാട് പോയാൽ ഞാൻ അങ്ങനെ കണ്ടിട്ടില്ല. ഇത് നമ്മുടെ സാധാ നമ്മളിങ്ങനെ ഒരു സൈഡിൽ വെക്കുന്നത്. ഇതെല്ലായിടത്തും നമ്മൾ അങ്ങനെ കാണുന്നൊരിതാണ്. പക്ഷെ ഇത് ഞാൻ ഇവിടെ സുന്ദർ മഹാൾ പോയിട്ട് മാത്രമാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. അത് ഞാൻ പാലക്കാട് അധികം ആരും ഉപയോഗിച്ചു അങ്ങനെ കണ്ടിട്ടില്ല. ഇപ്പം ഉണ്ടോയെന്ന് എനിക്കറിയില്ല. ഞാൻ എൻ്റെ കഴിഞ്ഞ കുട്ടികളുടെ അരങ്ങേറ്റത്തിനാണ് ഈ ഒരു സാധനം ആദ്യമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് വെച്ച് കാണുമ്പോൾ ഒരു പ്രത്യേക ചന്തമുണ്ട് കുട്ടികളുടെ മൂക്കൊക്കെ കാണാൻ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ. ഡ്രസ്സ് ഇപ്പോൾ കാണിച്ചു. അത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മുടി, ചിലങ്ക. ഇനി നമ്മൾ എന്തുണ്ട്, ചിലങ്ക അവരുടെ കയ്യിൽ കൊടുക്കും. എന്നിട്ട് നമ്മളൊരു അമ്പലത്തിൽ പൂജിക്കാൻ പറയും. എന്നിട്ട് പൂജിച്ചതിന് ശേഷമാണ് നമ്മളത് അരങ്ങേറ്റത്തിന് കെട്ടിയിട്ട് കളിക്കാറ്. ഇനി നമുക്ക് അവർക്ക് എടുത്ത ഓർണമെൻറ്റ്സ് കാണാം. അപ്പോൾ അതും നമ്മൾ അവിടെ നിന്ന് തന്നെയാണ് കേട്ടോ എടുത്തത്, സുന്ദർ മഹാളിൽ നിന്ന് തന്നെയാണ് എടുത്തത്. അപ്പോൾ നമ്മളത് അവർക്ക് കൊടുക്കാനുള്ളത് ബോക്സിലാക്കിയിട്ട് അങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് കാണാം. എല്ലാതും പലതരം മോഡലായിട്ടുണ്ട്. അപ്പോൾ നമുക്കതിൽ ഇഷ്ടമായത് നോക്കിയിട്ടാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതാണ് നമ്മുടെ ബെൽറ്റായിട്ട്, അരപ്പട്ടയായിട്ട് നമ്മളെടുത്തത്. പിന്നെ കമ്മലാണ്. കമ്മൽ അത്യാവശ്യം വലിയ കമ്മൽ തന്നെയാണ് എടുത്തത്. അതിലൊരു ദേവിയുടെ പിക്ചറൊക്കെ ആയിട്ട് അങ്ങനെ ഉള്ളൊരു കമ്മലാണ്. പിന്നെ നമുക്ക് നമ്മുടെ കമ്മലിൻ്റെ കൂടെ ഉള്ളത്. പിന്നെ അടുത്തത് മാലയാണ്, ചെറുത്, നമ്മുടെ നെക്ലസ്സായിട്ട് ദേ ഇങ്ങനത്തെയാണ് എടുത്തെടുക്കുന്നത്. ഇതും ഒരുപാട് മോഡലുകൾ അവിടെ ഉണ്ട്. അപ്പോൾ നമുക്കതിലിഷ്ടമായത് നമ്മളങ്ങനെ എടുക്കുക ചെയ്തത്. അതിലൊരു റെഡ് കല്ലൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് അങ്ങനെ നോക്കിയിട്ടാണ് എടുത്തത്. പിന്നെ അതാ നമ്മുടെ ഹെഡ്സെറ്റിൻ്റെ ഇതാണ്. ഇതിലും ഇതേപോലെ നമ്മുടെ ഏകദേശം നമ്മുടെ ചെറിയ നെക്ലസ്സിന് മാച്ചായിട്ട് അതേപോലുള്ളൊരു വർക്ക് കിട്ടിയപ്പോൾ അങ്ങനത്തെ നോക്കിയിട്ട് തന്നെ എടുത്തതാണ്. പിന്നെ ഉള്ളത് സൂര്യനും ചന്ദ്രനും. അതുപോലെ നമ്മൾ നമ്മുടെ
മുടി കെട്ടിയിട്ട് വടേൻ്റെ മേലെ നമ്മൾ വെക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇതും കൂടി വാങ്ങിയിട്ടുണ്ട്. പിന്നെ നമുക്ക് നമ്മുടെ ബെൽറ്റിന് നീളം വയ്ക്കാൻ വേണ്ടിയിട്ട് അവരഞ്ഞ് ഒരു ചെറിയൊരു ചെരവിൻ്റെ തന്നിട്ടുണ്ടായിരുന്നു. ഇനിയുള്ളത് നമ്മുടെ ലോങ് ചെയിനാണ്. ഇതാണ് ലോങ് ചെയിനായിട്ട് എടുത്തത്. ഇതും ഒരുപാട് മോഡലുകൾ അവർ കാണിച്ചു തന്നിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ഇതാണ് കുറച്ചും കൂടി നല്ല ക്വാളിറ്റിയുള്ള സാധനമായിട്ട് തോന്നിയത്. അപ്പോൾ ഇതന്നെ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ അരങ്ങേറ്റത്തിന് അവർക്ക് കളിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് വാങ്ങിച്ചത്. നമ്മുടെ എല്ലാ അരങ്ങേറ്റം കഴിയുമ്പോഴും നമ്മൾ കുട്ടികൾക്കായിട്ട് സർട്ടിഫിക്കറ്റും പിന്നെ ഒരു മൊമെൻറ്റോ ആയിട്ടും കൊടുക്കാറുള്ളതാണ്. അപ്പോൾ ഈ പ്രാവശ്യം നമ്മുടെ ഓൺലൈൻ സ്റ്റുഡൻസ് ആണ്. അപ്പോൾ നമ്മളതുകൊണ്ട് ഒരു ചെറിയൊരു നടരാജനെ കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഒരു കുഞ്ഞ് നടരാജനാണ്, എന്നാലും അത്യാവശ്യം വെയിറ്റൊക്കെ ഉള്ളതാണ്. ഇതാണ് നമ്മൾ കൊടുക്കുന്ന നടരാജൻ. അതുപോലെ നമ്മൾ 3 പേർക്കും മൊമെൻ്റോ ആയിട്ട് കൊടുക്കുന്നുണ്ട്. ഇത് നമ്മൾ രമ്യ ചേച്ചിക്കാണ്, രമ്യ ശ്രീജയൻ ചേച്ചി UK-യിലാണുള്ളത്. അപ്പോൾ ചേച്ചിക്കുള്ളതാണിത്. അടുത്തത് അനിതേച്ചിക്കാണ്, അനിത മുരളീധരൻ നായർ ചേച്ചി ബോംബെയിലാണുള്ളത്. ഇത് അനിതേച്ചിക്കുള്ളതാണ്. അടുത്തത് അഞ്ജലിക്കുള്ളതാണ്, അഞ്ജലി അരുൺ, അഞ്ജലി മൈസൂരാണ് ഉള്ളത്. ഇത് അഞ്ജലിക്കായിട്ടുള്ളതാണ്. പിന്നെ നമ്മൾ കൊടുക്കുന്നത് സർട്ടിഫിക്കറ്റാണ്. അത് നമ്മുടെ സ്ഥാപനത്തിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നമ്മൾ കൊടുക്കുന്നതാണ്. ഇനി ഞാൻ കാണിക്കാൻ പോണത് അരങ്ങേറ്റം ചെയ്യുന്നവരുടെ അവർക്ക് വേണ്ട സാധനങ്ങളൊക്കെ വാങ്ങിച്ചെന്നൊക്കെ കാണിച്ചു. ഇനി ഞാൻ കാണിക്കുന്നത് എനിക്ക് അരങ്ങേറ്റത്തിന് ഇടാൻ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊന്ന് കാണിക്കാച്ചിട്ടാണ്. പൊതുവേ നമ്മൾ എല്ലാ ടീച്ചേഴ്സും എന്താണ് സാരിയാണ് ഉടുക്കാറ്. ഞാൻ കൊറോണയ്ക്ക് മുന്നേ വരെ അരങ്ങേറ്റത്തിനൊക്കെ സാരി തന്നെയാണ് ഉടുത്തിരുന്നത്. എന്നാൽ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ 2 അരങ്ങേറ്റവും ഇപ്പോൾ ചെയ്യുന്ന അരങ്ങേറ്റത്തിനൊക്കെ നമ്മൾ സാരി ഒന്ന് മാറ്റി നമ്മളൊരു ധാവണി പോലെ അങ്ങനെ ഉടുക്കാച്ചിട്ടാണ്. കഴിഞ്ഞ അരങ്ങേറ്റത്തൊക്കെ അങ്ങനെയാണ് ചെയ്തിരുന്നത്. അപ്പോൾ ഈ പ്രാവശ്യം ഈ അരങ്ങേറ്റത്തിൽ നമ്മൾ അത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരുപാട് നേരം സെലക്ട് ചെയ്തിട്ട് അങ്ങനെ എടുക്കുന്ന ഒരാളൊന്നല്ല. പോവുക ഒരു 10-15 മിനിറ്റുള്ള നമുക്ക് എന്താ ഇഷ്ടമായി വെച്ചാൽ അത് എടുത്തിട്ട് അങ്ങനെ വരുന്ന ഒരാളാണ്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ അവിടെ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പോയ അതേ ഷോപ്പിൽ നിന്ന് തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത്. അപ്പോൾ എനിക്ക് ഈ പ്രാവശ്യം പോയപ്പോൾ കണ്ടപ്പോൾ നല്ല ഇഷ്ടമായിട്ടുള്ളൊരു കളറാണ്. ഇതാണ് ഞാൻ എടുത്തത്. ഇവിടെ ബ്ലൗസ് വരുന്നത് ഈ ഒരു കളറായിട്ടാണ് നമ്മുടെ ബ്ലൗസ് വരുന്നത്. അതേ കളർ തന്നെയാണ് നമുക്ക് അതിൻ്റെ ഷോളായിട്ട് നമുക്ക് ഉടുക്കാനായിട്ട് വരുന്നത്. അപ്പോൾ എനിക്ക് അവിടെ കണ്ടതിൽ വെച്ചിട്ട് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു കളറ് ഇതാണ്. ഒരുപാടൊന്നും ഞാൻ അവരെ കൊണ്ട് എടുപ്പിച്ചിട്ടൊന്നുമില്ല. ഇപ്പോൾ ഒരു 4-5 എണ്ണം അത്ര മാത്രമേ എടുത്തുള്ളൂ. അതിലെനിക്ക് ഈ സ്കേർട്ടിൻ്റെ ഈ ഒരു കളറ് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ ഞാനിത് തന്നെയാണ് എടുത്തത്. കുറേ നേരം തിരഞ്ഞിട്ടൊന്നുമില്ല. ഏറിപ്പോയ 10-15 മിനിറ്റ് അത്ര മാത്രമേ എടുത്തുള്ളൂ. പിന്നെ നമ്മളിതിൻ്റെ ബ്ലൗസ് സ്റ്റിച്ച് ചെയ്യാൻ കൊടുത്തു. ഇപ്പോൾ 2 ദിവസം മുന്നേ നമുക്കത് കിട്ടി. അപ്പോൾ ഇതാണ് അതിൻ്റെ കളറ്. ഇതിൽ അടിയിലാണ് ഇതിൻ്റെ ബ്ലൗസിൻ്റെ അതേ കളറ് താഴോട്ടാണ് വരുന്നത്. ഇതാണ് ഞാൻ അരങ്ങേറ്റത്തിനായിട്ട് ഇടാൻ പോകുന്നത്. ഇന്നെനിക്ക് വേറൊരു സന്തോഷം കൂടിയുണ്ട്. എന്താണെന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് അമേരിക്കയിൽ നിന്നൊരു ചേച്ചി പഠിക്കുന്നുണ്ട്. ചേച്ചി നാട്ടിൽ ഇവിടെ എറണാകുളം പെരുമ്പാവൂരാണ് ചേച്ചിയുടെ വീടുള്ളത്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇപ്പോൾ പഠിക്കുന്നതിൽ വെച്ചിട്ട് ഏറ്റവും വയസ്സ് കൂടിയിട്ടുള്ളൊരു ചേച്ചിയാണ്. ചേച്ചിക്ക് 57 വയസ്സായി. അപ്പോൾ അവർക്ക് അവിടെ സ്കൂൾ വെക്കേഷനൊക്കെ ആയതുകൊണ്ട് ഒരു 2 ആഴ്ചത്തെ ലീവിനായിട്ട് നാട്ടിലോട്ട് വന്നതാണ്. അപ്പോൾ അരങ്ങേറ്റം ഇവർ നടക്കുന്നുണ്ട് എന്ന് അറിഞ്ഞപ്പോൾ എന്തായാലും വന്ന് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ അവർക്കൊക്കെ തിരക്കുകളായിരിക്കാം. അപ്പോൾ പോകുന്നത് അടുത്ത ദിവസം തന്നെയാണ്. അപ്പോൾ വരാനും ബുദ്ധിമുട്ടുണ്ടാവുമോ എന്താണെന്നറിയില്ല. അപ്പോൾ ഞാൻ പറ്റുമെങ്കിൽ കാണാൻ വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഷാജിനി മേനോൻ, അതാണ് ചേച്ചിയുടെ പേര്. ചേച്ചി എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അതേപോലെ നമ്മുടെ ഡാൻസും കണ്ടിരുന്നു. അതുപോലെ അത് മാത്രമല്ല വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നത്.
അപ്പോൾ അത് കണ്ടപ്പോൾ ഒത്തിരി സന്തോഷമായി. കാരണം ഒന്നാമത് നമ്മൾ ഈ ഫോണിലൂടെ മാത്രം നമ്മൾ ഈ ഓൺലൈൻ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ആളുകളെ നമുക്ക് നേരിട്ട് കാണുമ്പോൾ ഒരു സന്തോഷമുണ്ട്. അതും നമ്മൾ കാണാമെന്ന് പറഞ്ഞിട്ട് അവർ വരാൻ കുറച്ച് ലേറ്റായി, ട്രാഫിക്കിലൊക്കെ പെട്ടുപോയി. അപ്പോൾ ഞാൻ ഗുരുവായൂർ ക്ഷേത്രത്തിൻ്റെ ഉള്ളിലോട്ട് പോയിരുന്നു. അവിടെ ഭഗവാന്റെ അവിടെ വെച്ചിട്ടായിരുന്നു ഞങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നു. അത്രയും തിരക്കായിരുന്നു. അപ്പോൾ ചേച്ചി വന്നപ്പോൾ എനിക്ക് ചെറിയൊരു ഗിഫ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് കാണിച്ചിട്ടാണ്. ഇതാണ് ചേച്ചി വരുമ്പോൾ എനിക്ക് കൊണ്ടുവന്ന് തന്നതാണ്. ചോക്ലേറ്റ് ആണ്. പിന്നെ അതേപോലെ ഈ ഒരു ഗിഫ്റ്റും കൂടിയാണ് ചേച്ചി കൊണ്ടുവന്ന് തന്നത്. ഇത് ടീ ബാഗ്സ് ആണ്. പല വെറൈറ്റീസും ഉണ്ട് അതിൽ. ഒരുപാട് സന്തോഷമായി ചേച്ചി ഇത് കൊണ്ടുവന്ന് തന്നപ്പോൾ. കാരണം നമ്മൾ ഫോണിലൂടെ മാത്രം കണ്ട് പരിചയമുള്ളത് പെട്ടെന്ന് കാണുമ്പോൾ ഉള്ളൊരു സന്തോഷം വേറെയാണ്. അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒരു ചെറിയൊരു ഗിഫ്റ്റ് കിട്ടുമ്പോൾ അതിലേറെ സന്തോഷമുണ്ട്. ചേച്ചി അവിടെ ടീച്ചറായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഇനി അടുത്തത് നമുക്ക് ചേച്ചിയുടെ ഒരു അരങ്ങേറ്റം കൂടി പ്രതീക്ഷിക്കാം. കാരണം ഇപ്പോൾ സ്റ്റെപ്പുകളൊക്കെ ഏകദേശമൊക്കെ പഠിച്ച് കഴിയാറായിട്ടുണ്ട്. ഇനി ഐറ്റൊക്കെ തുടങ്ങും. അപ്പോൾ ചേച്ചി അതേപോലെ ഗുരുവായൂരപ്പൻ്റെ മുന്നിൽ വന്ന് കളിക്കാൻ ഭയങ്കര ഒരു സന്തോഷത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വർഷം ചേച്ചിയുടെ അരങ്ങേറ്റം ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. എനിക്ക് അടുത്തൊരു വലിയൊരു സന്തോഷം പറയാനുള്ളത്, എൻ്റെ അടുത്ത് ഓൺലൈനായിട്ട് പഠിക്കുന്ന മറ്റൊരു സ്റ്റുഡൻറ്റും കൂടിയുണ്ട്. ഇവിടെ കുന്നംകുളത്താണ് കുട്ടിയുടെ വീട്. രാജി എന്നാണ് പേര്. അപ്പോൾ രാജി ഇന്ന് അരങ്ങേറ്റം കാണാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജി വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാജീനെ കാണാൻ വരുമ്പോൾ എനിക്ക് എൻ്റെ കാല് പിടിക്കാൻ, അങ്ങനെ നമ്മുടെ ഓൺലൈനിലൂടെയല്ലേ നമ്മൾ ക്ലാസ്സുകൾ എടുത്ത് കൊടുക്കുന്ന, അപ്പോൾ ടീച്ചറുടെ കാല് പിടിക്കണം പറഞ്ഞിട്ട് അങ്ങനെ വന്നതാണ്. അപ്പോൾ വന്നപ്പോൾ എനിക്ക് ചെറിയൊരു സാരിയൊക്കെ ആയിട്ടാണ് വന്നത്. ഒരുപാട് സന്തോഷമായി. നമ്മളങ്ങനെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പ്രതീക്ഷിക്കാതെ കിട്ടിയൊരു വലിയൊരു ഗിഫ്റ്റാണിത്. അതുപോലെ നേരിട്ട് കാണാൻ കഴിഞ്ഞതിലും ഒരുപാട് സന്തോഷമുണ്ട്. നമ്മൾ ഈ ഫോണിലൂടെ കാണുന്ന ആളുകളെ നേരിട്ട് കാണുമ്പോൾ ഒത്തിരി സന്തോഷമാണുള്ളത്. എല്ലാ പ്രാവശ്യവും ഗുരുവായൂരിലോട്ട് വരുമ്പോൾ ഒരു ചെറിയൊരു കൃഷ്ണനെ വാങ്ങിക്കാറുണ്ട്. അപ്പോൾ ഈ അരങ്ങേറ്റം കഴിഞ്ഞപ്പോഴും ഞങ്ങൾ വാങ്ങിച്ചൊരു ചെറിയൊരു കൃഷ്ണനാണിത്. ഇതിന് മുന്നേ ഞാൻ അങ്ങനത്തെ ഒരു കൃഷ്ണനെ വാങ്ങിച്ചിട്ടുണ്ട്. അത് വേറൊരു മോഡലാണ്. ഇത് കണ്ടപ്പോൾ എനിക്കിത് ഒത്തിരി ഇഷ്ടമായി. മഞ്ചാടിക്കുരും ഇതൊക്കെ വെച്ചിട്ട് കണ്ടപ്പോൾ. അപ്പോൾ ഇതാണ് നമ്മൾ ഈ പ്രാവശ്യം വാങ്ങിച്ച കുഞ്ഞി കൃഷ്ണൻ. നിങ്ങൾക്കൊക്കെ ഇഷ്ടമായല്ലോ. നമുക്ക് ഈ പ്രാവശ്യവും നമ്മുടെ മേക്കപ്പ് എല്ലാം ചെയ്തു തരുന്ന മനോജേട്ടൻ തന്നെയാണ്. നമ്മുടെ ഇപ്പോൾ അടുത്തുള്ള ഒരുവിധം എല്ലാ പരിപാടികൾക്കും മനോജേട്ടൻ തന്നെയാണ് വന്ന് മേക്കപ്പ് ചെയ്ത് തന്നിരിക്കുന്നത്. മനോജേട്ടനും പിന്നെ മറ്റ് 2 പേരുമുണ്ട്. നമുക്ക് അവരെയൊക്കെ പരിചയപ്പെടാം. നമ്മുടെ മുൻപുള്ള അരങ്ങേറ്റത്തിനും എല്ലാ പരിപാടികൾക്കും വന്നിട്ടുള്ള ആളുകളെ പേര് ചോദിക്കാം. നമസ്കാരം, എൻ്റെ പേര് മനോജ്, വീട് വാഗമൺ. നമുക്ക് അടുത്തതായിട്ട് മേക്കപ്പ് ചെയ്യാവുന്ന പരിചയപ്പെടാം. അതുപോലെ നമുക്ക് അടുത്ത ഏട്ടനെ പരിചയപ്പെടാം. അപ്പം പേര് പറഞ്ഞു. നമ്മുടെ മുന്നത്തെ പരിപാടിക്കൊക്കെ വന്നിട്ട് ഏട്ടൻ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് അവര് മേക്കപ്പ് ചെയ്യുന്നത് കാണാം.
അവരുടെ മേക്കപ്പൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഗുരുവായൂരപ്പനെ തൊഴണം. അപ്പോൾ തൊഴാൻ വേണ്ടിയിട്ട് നമ്മൾ അങ്ങോട്ട് പോവുകയാണ്. അതിനുശേഷം നമ്മൾ സ്റ്റേജിൽ വെച്ചിട്ട് എനിക്ക് ടീച്ചർക്ക് ദക്ഷിണയൊക്കെ തന്ന്, അതേപോലെ നമുക്ക് പാട്ടുകാർക്കും ഒക്കെ ദക്ഷിണ എല്ലാം വെച്ചിട്ടാണ് നമ്മുടെ ഡാൻസ് തുടങ്ങുക. ദേവി നീ തുണை, ദേവി നീ തുണை, തെന്മധുரை മീനലോചനി, ദേവി നീ തുണை, ദേവി നീ തുണை, അമ്പദേവി നീ തുണை, അമ്പദേവി നീ തുണை, തെന്മധുரை മീനലോചനി, ദേവി നീ തുണை, തെന്മധുரை മീനലോചനി, ദേവി നീ തുണை, തെന്മധുரை മീനലോചനി, നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നത് ഒരു ഗണപതി സ്തുതിയാണ്. അത് 3 പേരും കൂടിയിട്ടാണ് ചെയ്യുന്നത്. അപ്പം നമുക്കത് കണ്ടു നോക്കാം. ശ്രീ ഗണേശ ശരണം, ദേവർ മുനിവർ പണിയും, ശ്രീ ഗണേശ ശരണം,
நாகாபரணனே நால்முறை போற்றும் நாமனே பரமரூபனே நாகாபரணனே நால்முறை போற்றும் கணேசா சரணம் கஜானன தேவர் முனிவர் பணியும் ராமதாசர் வரதனே மோதக பிரியனே கௌரி ஆதிதேவருடன் நின்னருளே சரணம் சரணம் അടുത്തതായി നമ്മൾ തോടയമാണ് ചെയ്യുന്നത്. അതും അവർ മൂന്നാളും കൂടിയാണ് ചെയ്യുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടു നോക്കാം. അടുത്തതായി അഞ്ജലി സിംഗിൾ ആയിട്ടാണ് ചെയ്യുന്നത്. കലിയുഗ വരദൻ എന്ന് തുടങ്ങുന്ന ഒരു ഡാൻസ് ആണ് ചെയ്യുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. കണ്ടദേവമായി കാംചി അണൈപദ പഴനിയിലെ കലിയുഗ വരദൻ കണ്ടദേവമായി കാംചി അണൈപദ പഴനിയിലെ കലിയുഗ വരദ കണ്ടദേവമായി കാംചി അണൈപദ പഴനിയിലെ മകൻ അരുളിയ ശക്തിമേൽ മുരുകൻ മരകവർണ്ണനാം തിരുമാൾ മരുകൻ മരകവർണ്ണനാം മുതൽക്കടമൂണിൽ കൺമണിയായി വന്നർ കൺമുതൽ കടമൂണിൽ കൺമണിയായി വന്ന മുരുക മുരുക അടുത്തതായി അനിത മുരളീധരൻ നായരാണ് ചെയ്യുന്നത്. അനിതേച്ചിയാണ് സിംഗിളായിട്ട്. അത് മാടുമേക്കും കണ്ണേ എന്ന് തുടങ്ങുന്ന ഡാൻസാണ് കളിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടു നോക്കാം. மாடுமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். மாடுமேக்கும் கண்ணே நீ போக வேண்டாம் சொன்னேன். காய்ச்சின பாலும் தரேன் கல்கண்ட சீனி தரேன். கல்கண்ட சீனி வேண்டாம்
കാച്ചിന പാലും വേണ്ട കൽക്കണ്ട ചീനി വേണ്ട ഉല്ലാസമായി മാടുമേത്ത് മുടിയിടയിൽ തിരുമ്പിടുവേ പോക വേണം തായേ പോക വേണം തായേ അടുത്തതായി രമ്യ ശ്രീജയൻ. രമ്യ ചേച്ചിയാണ് ചെയ്യുന്നത്. സിംഗിൾ ആയിട്ടാണ് കളിക്കുന്നത്. ദുർഗെ എന്ന് തുടങ്ങുന്ന ഡാൻസാണ് കളിക്കുന്നത്. അപ്പൊ നമുക്കത് കണ്ടു നോക്കാം. പോറ്റിടും പരാശക്തിയെ ചണ്ടമുണ്ടനെ സംഹാരം ചെയ്ത ചാമുണ്ടേശ്വരിയെ അഖിലാണ്ടേശ്വരിയെ ദാസൻ കൃഷ്ണൻ പണിയോ ദുർഗാദേവിയെ ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ കരുണേ പൂരിയ ഇതുവേ സമയം ദുർഗേ ദുർഗേ ജയ ജയ ദുർഗേ ദുർഗേ ജയ ജയ സിംഗത്തിൻ മേലെ ഗിരിപുര പവന സിംഗത്തിൻ മേലെ ഗിരിപുര പവന മംഗളമാകും അനുഭവനെ മംഗയർ കരശി അങ്കയർ കണ്ടി നീയമ്മ കൃഷ്ണദാസൻ അരുൾപുരിവായ ദുർഗേ 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 അടുത്തതായി 3 പേരും ഒരുമിച്ചിട്ട് ദേവി നീയേ തുണை എന്നുള്ള ഡാൻസാണ് കളിക്കുന്നത്. അപ്പൊ അത് നമുക്ക് കണ്ടു നോക്കാം. മധുരൈ വാഴും മീന ലോചനേ ദേവി മധുരൈ വാഴും മീന ലോചനേ വാദിദേവൻ സുന്ദരേശൻ ദേവാദിദേവൻ സുന്ദരേശൻ ഇനി അവർ ചെയ്യുന്നത് അവസാനത്തെ ഡാൻസാണ്. അത് നമ്മൾ ചെത്തി മന്ദാരം തുളസി എന്ന ഡാൻസോട് കൂടിയാണ് അവസാനിപ്പിക്കുന്നത്. അതവർ 3 ആളും കൂടിയാണ് ചെയ്യുന്നത്. അത് നമുക്ക് കണ്ടു നോക്കാം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ കാട്ടി ഗുരുവായൂരപ്പ കണി കാണണം. ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ കാട്ടി
പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്റെ കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. മയിൽ പീലി ചൂടിക്കൊണ്ടും മഞ്ഞത്തൂകിൽ ചുറ്റിക്കൊണ്ടും മണിക്കുഴലൂതിക്കൊണ്ടും കണി കാണണം. വാകച്ചാർത്തു കഴിയുമ്പോൾ വാസനപ്പൂ അണിയുമ്പോൾ ചെത്തി മന്ദാരം തുളസി പിച്ചകമാലകൾ ചാർത്തി ഗുരുവായൂരപ്പ നിന്നെ കണി കാണണം. നമ്മളിതിൽ കുറച്ച് ഭാഗങ്ങൾ മാത്രമേ എല്ലാ ഐറ്റത്തിൻ്റെയും ഇടുന്നുള്ളൂ. ഇതിൻ്റെ എല്ലാത്തിൻ്റെയും ഫുൾ വീഡിയോ ആയിട്ട് നമ്മൾ വേറൊരു ചാനലിൽ ഇടുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. അഞ്ജലിൻ്റെ അരങ്ങേറ്റപ്പോൾ കഴിഞ്ഞു. അപ്പോൾ എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും ഉണ്ടല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ഒന്ന് അവരെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. അഞ്ജലി, ഇത് ഹസ്ബൻഡാണ് അരുൺ, ഇത് മോൻ, ഇത് അച്ഛൻ, അത് അമ്മ, അത് മാമയാണ്, ഇത് മാമ, അത് അമ്മ, ഓക്കെ. ഇത് അച്ഛൻ, ഏട്ടൻ്റെ വൈഫാണ്, ചേച്ചി, ചേച്ചിയുടെ ഹസ്ബൻഡ്, ഇവരുടെ മക്കള്, അവര് രണ്ടാളും. അഞ്ജലി, ഇപ്പൊ ഡാൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പൊ എന്താണ് നിങ്ങൾ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായോ? കളിച്ചോ നന്നായിട്ട്? എല്ലാ മുദ്രകളും പെർഫെക്റ്റ് ആയി തോന്നി. ഞങ്ങളിപ്പോ ഓൺലൈൻ ആയിട്ടാണല്ലോ, ഫോണിലൂടെ കണ്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് ചെയ്തത് അരങ്ങേറ്റാണ്. അതുണ്ട്, മുദ്രയിലൊക്കെ നല്ല പെർഫെക്ഷൻ ഉണ്ട്, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഓൺലൈനായിട്ട് പഠിച്ചതാണെന്ന് തോന്നില്ല. നമുക്ക് വളരെ ഭംഗിയായിട്ട് എല്ലാവരും ഒരുമിച്ച് ഒരേപോലെ നല്ല എഫേർട്ട് നമുക്ക് അതിൽ കാണാം. ടീച്ചറുടെ എഫേർട്ടും അതുപോലെ പഠിച്ച് അവൾ ആഗ്രഹിച്ചത് എങ്ങനെയാണോ അത് നമുക്ക് സ്റ്റേജിൽ കണ്ടു എന്നുള്ളത് തന്നെയാണ് സന്തോഷം. നന്നായിട്ടുണ്ട്, എല്ലാവരുടെയും നന്നായിട്ടുണ്ടായിരുന്നു. ഗ്രൂപ്പ് പ്രത്യേകിച്ച് ഗുരുമുഖത്ത് നിന്ന് പഠിക്കേണ്ട ഒരു വിദ്യ ഓൺലൈനായിട്ട് ഇത്രയും മനോഹരമായിട്ട് അവതരിപ്പിച്ചതിൽ വളരെ സന്തോഷം. അത് പഠിപ്പിച്ച ആളുടെ ആ മനസ്സും അവരെ കഴിവും അതുപോലെ തന്നെ പഠിച്ച ഒരു ആത്മാർത്ഥതയും ഫേഷ്യൽ എക്സ്പ്രഷനൊക്കെ വളരെ ഹൃദ്യമായിരുന്നു, വളരെ മനോഹരമായി. ഓരോന്നും വളരെ നന്നായി, എല്ലാവരും നന്നായി, സന്തോഷം. അഞ്ജുവിൻ്റെ പെർഫോമൻസ് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരു രക്ഷയില്ലാത്ത പ്രകടനം, ശരിക്കും എക്സ്പ്രഷനൊക്കെ വളരെ നന്നായി. ഇതുവരെ കാണാത്ത 3 പേര് ഇങ്ങനെ ഓൺലൈനായിട്ട് പഠിച്ചിട്ട് ഇങ്ങനെ ഒപ്പം കളിക്കുക എന്ന് പറഞ്ഞാൽ അത് എനിക്ക് തോന്നുന്നത് കുട്ടികളെക്കാൾ പ്രധാനം ടീച്ചറുടെ കഴിവാണെന്നാണ് തോന്നുന്നത്. നന്നായിട്ട് കളിച്ചിട്ടുണ്ട് എല്ലാവരും, വളരെ സന്തോഷമുണ്ട് ടീച്ചർക്ക്. നമുക്ക് അടുത്തതായിട്ട് അൻതേച്ചിയുടെ പരിചയപ്പെടാം. അൻതേച്ചിയുടെ ഫാമിലി ഉണ്ട്, അപ്പൊ അവരെയും പരിചയപ്പെടാം. എൻ്റെ മമ്മിയാണ്, അമ്മയാണ്, ഹസ്ബൻഡ്, പിന്നെ മോള് ഉണ്ട്. അവൾക്ക് വരാൻ പറ്റിയില്ല. എന്താണെന്ന് വെച്ചാൽ അവളുടെ ജോലി ഉണ്ടെന്ന് പറഞ്ഞു, അർജന്റ് വർക്ക് ഉണ്ടായിരുന്നു, അതുകൊണ്ട് അവൾക്ക് വരാൻ പറ്റിയില്ല. മോള് ശ്വേത എന്നാണ് അവളുടെ പേര്. ഇത് ചെറിയ ആളാണ്, ഇവൻ്റെ പേര് ജിതേഷ്. ഓക്കെ, അപ്പോൾ അമ്മ പറയും എന്നെ പറ്റിയിട്ടൊന്ന് 2 വാക്ക് പറയുമോ മമ്മി? അവള് ചെറുപ്പം മുതൽക്കും അവൾക്ക് ഡാൻസിൽ ഇതുണ്ടായിരുന്നു, പക്ഷെ അത് അന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ഇപ്പോൾ അവൾക്ക് ആഗ്രഹം ഇപ്പോഴെങ്കിലും കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. അത് ഈ ഏജിൽ അവൾ ഇങ്ങനെ ചെയ്യാന്ന് പറഞ്ഞാൽ തന്നെ ഭയങ്കര എനിക്ക് തന്നെ പ്രൗഡായിട്ട് തോന്നുന്നുണ്ട്. പിന്നെ കുട്ടികളും ഭർത്താവും എല്ലാം അവൾക്ക് സപ്പോർട്ടായതുകൊണ്ട് അവൾക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റി. പിന്നെ ശരീരം വഴങ്ങണമല്ലോ ഈ ഏജിൽ, അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. പിന്നെ സുജിത അതിന് വേണ്ടി എല്ലാ ഹെൽപ്പും ചെയ്തു എന്നുള്ളത് അതിലേറെ ഭയങ്കര എനിക്ക് പറയാനുണ്ട്, താങ്ക്സ് പറയാനുണ്ട് എനിക്ക്. ഹസ്ബൻഡിന്റെ പേര് മുരളീധരൻ നായർ. എൻ്റെ പേര് മുരളി. അവർക്ക് ഇപ്പോൾ ഈ ഏജിൽ ഇൻട്രസ്റ്റ് തോന്നി ഡാൻസ് ചെയ്യാൻ.
അപ്പോൾ ഞാൻ അവരെ സപ്പോർട്ട് ചെയ്തു. അപ്പോൾ സപ്പോർട്ട് ചെയ്ത് ഓക്കെ. അപ്പോൾ ഷോർട്ട് വേർഡ്സിലാണ് പറഞ്ഞിട്ടുള്ളത്. എന്തായാലും അപ്പോൾ എൻ്റെ മോൻ പറയട്ടെ ബാക്കിയുള്ള കാര്യങ്ങൾ. അപ്പോൾ മമ്മിയുടെ ഡാൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഇത് ഫസ്റ്റ് ടൈമാണ് ഞാൻ മമ്മിയുടെ ഡാൻസ് ഇങ്ങനെ ലൈവ് കാണുന്നത്. അല്ലെങ്കിൽ എനിക്ക് വരാൻ പറ്റാറില്ല മോസ്റ്റ് ഓഫ് ദ ടൈം. അപ്പോൾ നന്നായിരുന്നു. ആൻഡ് ഈ ഏജിൽ മമ്മി ചെയ്തു, അത് ഞാനും കണ്ടു. പിന്നെ അത് ഒരു ലൈക്ക് വിഷ് ഫുൾഫിൽ ആയ മാതിരിയാണ്. ആൻഡ് ടീച്ചേഴ്സിന് താങ്ക്സ്. ആക്ച്വലി എപ്പോഴും മമ്മി പറയാറുണ്ട് ടീച്ചറിനെ പറ്റിയിട്ട്. പിന്നെ പറയും വീട്ടില്, ഞാൻ എപ്പോഴും പറയാറുണ്ട് എനിക്ക് സുജിത ടീച്ചറിനെ ഒരു ടീച്ചറിനെ കിട്ടിയത് എനിക്ക് എന്താ അറിയില്ല, അത് എന്താണെന്ന് അറിയില്ല. എവിടുന്ന് അത് ഗോഡ് സെന്റ് ആണ് ആക്ച്വലി. അത് എവിടുന്ന് ആണെന്ന് പറയാൻ പറ്റില്ല എനിക്ക്. ജസ്റ്റ് ലൈക്ക് എൻ ഏഞ്ചൽ ഷീ ഹാസ് കം ഇൻ മൈ ലൈഫ് ആൻഡ് എൻ്റെ വിഷ് ഫുൾഫിൽ ചെയ്തു. അത്രമാത്രം എനിക്ക് പറയാൻ പറ്റുള്ളൂ. താങ്ക്സ് ടു ഓൾ മൈറ്റി, താങ്ക്സ് ടു എവരി വൺ ആൻഡ് താങ്ക്സ് ടു മൈ ഗുരു എസ്പെഷ്യലി ലോട്ട്സ് ഓഫ് താങ്ക്സ് ടു ഹർ സുജിത ടീച്ചർ. താങ്ക് യു ടീച്ചർ. എൻ്റെ കസിൻ സിസ്റ്ററാണ്, മമ്മിയുടെ സിസ്റ്ററുടെ കുട്ടികളാണ് രണ്ടാളും. നന്നായി കളിച്ചു ചേച്ചി, നന്നായി കളിച്ചു. പിന്നെ ഈ പ്രായത്തിലും ഇങ്ങനെ കളിക്കാൻ പറ്റില്ല, ആ മനസ്സ് അത് നല്ലൊരു എന്താ പറയുക, ഞങ്ങൾക്കതൊരു അഭിമാനമാണ്. ചേച്ചി ഇത്രയും നന്നായി കളിച്ചതിൽ. നന്നായി കളിച്ചു, നല്ലതായി കളിച്ചു. നമുക്ക് അടുത്തതായി ചെയ്തിട്ടുള്ള രമ്യ ചേച്ചീനെ പരിചയപ്പെടാം. ഇതാണ് രമ്യ ചേച്ചി, പിന്നെ ഫാമിലിയാണ്. അപ്പോൾ അവരൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കോളൂ. ഇത് എൻ്റെ ഹസ്ബൻഡാണ്, പിന്നെ എൻ്റെ ഫുൾ സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ അച്ഛൻ, അമ്മ, അനിയത്തിയുടെ മോളാണ്. അനിയൻ കല്യാണം കഴിക്കാൻ പോണ മോളാണ്. മോളുടെ അച്ഛൻ, പാപ്പൻ, ഇത് മോളുടെ അമ്മ, ഇത് മേമയുടെ മോള്, പിന്നെ എൻ്റെ പാപ്പൻ, മേമ, ഇത് രണ്ടുപേരും എൻ്റെ മക്കളാണ്. ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് ടെൻഷൻ ഉണ്ടായിരുന്നു, എന്നാലും ഒരുവിധം കുഴപ്പമില്ലാതെ ഞങ്ങളുടെ ഫസ്റ്റ് പെർഫോമൻസ് ആണെങ്കിലും നന്നായിട്ട് ചെയ്യാൻ പറ്റിയെന്നാണ് വിശ്വസിക്കുന്നത്. പിന്നെ സുജിയോട് ഒത്തിരി താങ്ക് യു. പിന്നെ ഇനി ഇതുപോലത്തെ പെർഫോമൻസുകൾ ചെയ്യാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ നന്നായിട്ട് കൂടെ കളിച്ച 2 പേരോടും താങ്ക് യു പറയാതെ. പെർഫോമൻസ് നല്ല അടിപൊളിയായിരുന്നു, സൂപ്പറായിരുന്നു. ഓൾ ക്രെഡിറ്റ്സ് ടു രമ്യ ആൻഡ് രമ്യയുടെ ടീച്ചർ. എല്ലാം താങ്ക് യു. നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തതിനും. ഈസി അല്ല, അത് 1-to-1 ഇൻ പേഴ്സൺ അല്ലല്ലോ നമ്മൾ ഡയറക്റ്റ്. പക്ഷേ ഓൺലൈനായിട്ടാണെങ്കിൽ പോലും ആ ഒരു ഡിഫറൻസ് നമുക്ക് കാണാൻ പറ്റിയില്ല. ശരിക്കും സ്മൂത്ത് ആയിരുന്നു, അത്രയും സീംലെസ് ആയിരുന്നു. പിന്നെ കോർഡിനേഷൻ ആയാലും 2-3 പേരുടെയും ഇന്ന് അരങ്ങേറ്റം നടത്തിയ 3 പേരുടെയും കോർഡിനേഷനും ഭയങ്കര ഒരുപോലെ തന്നെ എല്ലാം സിങ്ക് ആയിരുന്നു. അപ്പോൾ ഓവറോൾ വെരി ഹാപ്പി. കൺഗ്രാറ്റ്സ്. കാണാൻ പറ്റിയതും മോളിങ്ങനെ അരങ്ങേറ്റം ചെയ്തതിൽ നല്ല സന്തോഷമായി. എല്ലാം നന്നായിരുന്നു. ചേച്ചി നന്നായി കളിച്ചായിരുന്നു. ചേച്ചി നന്നായിട്ട് പ്രാക്ടീസ് ചെയ്തിരുന്നു. ലണ്ടനിലായിരുന്നു, ഇപ്പോൾ ഞാൻ കണ്ടായിരുന്നു. അപ്പോൾ ചേച്ചിയുടെ പ്രയത്നം ഇവിടെ നന്നായിട്ട് കാണാൻ സാധിച്ചു. ഒരു സന്തോഷമുണ്ട്. ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ചേച്ചിയുടെ ഡാൻസ് കാണാൻ ഇപ്പൊ വളരെ നന്നായിട്ട് തന്നെ പെർഫോം. അടിപൊളി പ്രോഗ്രാം, സൂപ്പർ പെർഫോം. പിന്നെ അന്നൊരു പെർഫോമൻസ് കൂട്ടാനും പിന്നെ പിന്നെ ഇഷ്ടപ്പെട്ട് വേറെ സൂപ്പറായിരുന്നു ഡാൻസ്. രമ്യ ചേച്ചി നല്ല അതിയുഗ്രനായി കളിച്ചു, നല്ല സൂപ്പറായി കളിച്ചു. വായിച്ചാല് ഞങ്ങൾക്ക് എല്ലാവർക്കും സന്തോഷം, ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ല അഭിമാനം ഉണ്ട്. ഓൺലൈനിൽ ഓരോ ഭാഗത്തായി പഠിച്ചിട്ടുള്ള കുട്ടികളെ നന്നായി കളിച്ചു. 3 പേരും കൂടി ഒരു ദിവസത്തെ പ്രാക്ടീസ് ആയാലും 3 പേരും കൂടി തെറ്റാണ് കളിച്ചു. ഓൺലൈൻ പഠിച്ചിട്ടും ഇത്രയും നന്നായി രമ്യ ഡാൻസ് കളിച്ചു. ടീച്ചർക്കും കുട്ടികൾക്കും ഓൺലൈനിൽ പഠിപ്പിച്ച് ഇത്രയും നന്നായി കളിച്ചു. അങ്ങനെ ഞങ്ങളുടെ അരങ്ങേറ്റം കഴിഞ്ഞു. 3 ആളും കുഴപ്പമൊന്നുമില്ലാതെ കളിച്ചിട്ടൊക്കെ ഉണ്ട്. അപ്പം നമുക്ക് പാടാൻ വന്ന മാഷിനെ ആദ്യം നമുക്ക് പരിചയപ്പെടാം. ഞാൻ മണികണ്ഠൻ, കവളപ്പാറ. സുജതയ്ക്ക് വേണ്ടിയിട്ട് കുറച്ചു കാലമായിട്ട് പാടുന്നു. സുജയുടെ അരങ്ങേറ്റത്തിനും പാടിയിരുന്നു. എന്തായാലും ഈ 3 ഓൺലൈൻ സ്റ്റുഡൻസിൻ്റെ അരങ്ങേറ്റം എന്ന് പറയുന്നത് നമ്മൾ പ്രതീക്ഷിച്ചതിനേക്കാൾ കൂടുതൽ വളരെ നന്നായിട്ട് അവരെ ചിട്ടപ്പെടുത്തിയുള്ള ഒരു ഗെയിമാണ് ഞാൻ കാണുന്നത്. അവർ കളിച്ചതിനേക്കാൾ കൂടുതൽ അത് പഠിപ്പിച്ച സുജതയ്ക്ക് എല്ലാ
ആശംസകൾ. ഒരു ടഫായിട്ട് ഉള്ളൊരു കാര്യമാണ് ഈ കുറച്ച് ഏജ്ഡായിട്ടുള്ള ആൾക്കാരെ പഠിപ്പിക്കുക എന്നുള്ളത്. അതെന്തായാലും വളരെ സുന്ദരമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ ഭാവുകങ്ങളും നമുക്ക് വയലിൻ വായിക്കാമെന്ന മാഷാണ്. മാഷ് കഴിഞ്ഞ പ്രാവശ്യം നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന മാഷാണ്. തൃശ്ശൂരാണ് വീട്. രണ്ടാമത്തെ പ്രാവശ്യമാണ് തൃശ്ശൂരുടെ പത്തുമണം വീടുന്നത്. പരിപാടിക്ക് മനോഹരമായി എല്ലാവിധ ഭാവങ്ങളും. അതുപോലെ ഈ പ്രാവശ്യം നമുക്ക് മൃദംഗം വായിക്കിയ പുതിയൊരു മാഷാണ്. അപ്പൊ മാഷ് നമുക്ക് പരിചയപ്പെടാം. എൻ്റെ പേര് മണിക്കുട്ടൻ കാവളപ്പാറയാണ്. പരിപാടി ടീച്ചറുടെ അരങ്ങേറ്റം വളരെ ഭംഗിയായിട്ട് നടന്നു. ടീച്ചർക്ക് എല്ലാ ഭാവവും. നമ്മുടെ ഈ പ്രാവശ്യത്തെ അരങ്ങേറ്റത്തിനും വീഡിയോ എടുത്തിരിക്കുന്നത് നമ്മുടെ മുൻപുള്ള വീഡിയോസ് ഒക്കെ ചെയ്തിട്ടുള്ള ഏട്ടനാണ്. അപ്പൊ നമുക്ക് ആ ഏട്ടനെ പരിചയപ്പെടാം. എൻ്റെ പേര് അനീഷ്. ഞാനിവിടെ ഗുരുവായൂർ ക്രിയേറ്റീവ് മീഡിയ പ്രൊഡക്ഷൻസ് എന്ന് പറഞ്ഞ സ്ഥാപനം നടത്തുന്നു. ഇവരായിട്ട് ഏകദേശം ഒരു 6-7 കൊല്ലമായില്ലേ നമ്മളുടെ പ്രോഗ്രാം ചെയ്തു തുടങ്ങിയിട്ട്. അങ്ങനെ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞു. എനിക്ക് ഒത്തിരി സന്തോഷമായി. കാരണം ഇവരുടെ 3 പേരുടെയും ഫാമിലിയിലുള്ള എല്ലാവരും നല്ല അഭിപ്രായമാണ് പറഞ്ഞത്. കാരണം ഞാൻ ഓൺലൈനിലൂടെ പഠിപ്പിച്ചു കൊടുത്തിട്ടാണ്. നമ്മൾ ആ ഒരു ചെറിയൊരു വീഡിയോയിലൂടെ കണ്ട് അങ്ങനെ നേരിട്ട് ക്ലാസ് എടുത്തിട്ട് അവർ ഇത്രയും നന്നായിട്ട് കളിച്ചു. അത് പ്രത്യേകം എല്ലാവരും എടുത്തു പറഞ്ഞിട്ടുണ്ടായിരുന്നു. അവർ 3 ആളും നന്നായിട്ട് തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിലിപ്പോൾ പറയുകയെന്ന് വെച്ചാൽ അനിതേച്ചി 55 വയസ്സുള്ള ചേച്ചിയാണ്. ആ ചേച്ചിയുടെ പ്രായം വെച്ചിട്ട് ആ ചേച്ചി അത്രയും നന്നായിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഓരോ കാര്യങ്ങളായിട്ട് അവർ 3 ആളും ഒരേപോലെ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അവർ ആദ്യമായിട്ടൊക്കെ സ്റ്റേജിൽ കയറിയിട്ട് ചെറിയൊരു പരിഭ്രമമൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ. എന്നാലും കുഴപ്പമില്ല, അവർ ഒരുവിധം നന്നായി തന്നെയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ എല്ലാവരും നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതേപോലെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടും ഫോളോ ചെയ്യുക.